നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദ് അവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് കാലം ഇതുപോലെ നമുക്ക് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് തങ്ങളവറുകൾക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ വളരെ ക്ഷീണത്തിലാണ്. ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് ഇന്നലെ വന്ന് ഇന്ന് പകലും ഒരുപാട് മജ്ലിസുകളിലും ഒരുപാട് പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ മജ്ലിസിലേക്ക് എത്തിയിട്ടുള്ളത്. അല്ലാഹു തആല ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആദരവോടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ നമുക്ക് നസീഹത്ത് നൽകാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. الصلاة والسلام عليك يعني ما دامت الأرض والسماء وسلم تسليما كثيرا. أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله مولانا العظيم. من صلى علي صلاة واحدة صلى الله عليه بها أشرا. صدق رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ സഭാധ്യക്ഷൻ, സദസ്സിലും വേദിയിലുമുള്ള പണ്ഡിതന്മാരെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് സ്വീകരിക്കുകയും നമുക്കെല്ലാവർക്കും ഇജാബത്ത് തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ മോമിനീങ്ങൾ മോമിനാത്തുകൾ സന്തോഷിക്കുവാനും അവരോടുകൂടെ നമുക്കും നാളെ സന്തോഷിക്കുവാനും വിജയിക്കുവാനും ഈ സദസ്സ് അല്ലാഹു കാരണമാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിയായി പടക്കപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടികളാണ് മനുഷ്യന്മാർ. ആ മനുഷ്യന്മാർക്ക് അല്ലാഹു പ്രത്യേകമായ സ്ഥാനങ്ങളും അധികാരങ്ങളും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട അവയവങ്ങളും എല്ലാം നൽകുകയും ആദരിക്കുകയും ചെയ്തു.
ആ ആദരവും ബഹുമാനവും നിലനിർത്തി അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന ആരെല്ലാമാണോ അവരെല്ലാവർക്കും പ്രത്യേകമായ വിജയവും പ്രതിഫലവും വാഗ്ദാനം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തന ഗോഡയിലേക്ക് എന്നെയും നിങ്ങളെയും പറഞ്ഞയച്ചിരിക്കുകയാണ്. പ്രവർത്തിക്കേണ്ട സ്ഥലമാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകം. ഇർതഹലത്തി ദുനിയ മുദ്ബിറത്തൻ, ഈ ലോകം ഓരോ ദിവസങ്ങൾ നമ്മളോട് സലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബില, ഈ ലോകം സലാം പറയലോടുകൂടെ അടുത്ത ലോകമാകുന്ന ആഖിറ ലോകം നമ്മളിലേക്ക് മുന്നിട്ട് വരികയാണ്. വലിക്കുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, മനുഷ്യന്മാരിൽ ദുന്യവിയായ മനുഷ്യന്മാരുമുണ്ട്, ഉഖറവിയായ മനുഷ്യന്മാരുമുണ്ട്. ഈ നശ്വരമായ ജീവിതം മാത്രം നല്ല രൂപത്തിൽ ജീവിച്ചു തീർക്കാൻ വേണ്ടി സമയം കാണുന്നവർ സമ്പാദിക്കണം, അതുകൊണ്ട് അവൻ സുന്ദരമായി ഇവിടെ ജീവിക്കണം. നാളത്തെ ഖബറോ മഹ്ശറയോ അവന്റെ ചിന്തയിൽ വരാറില്ല. വന്നാലൊട്ടും ഗൗരവത്തിൽ അവൻ കാണാറുമില്ല. ദുന്യവിയായ ആളുകളുമുണ്ട്, ഉഖറവിയായ ആളുകളുമുണ്ട്. ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ സന്തതികളാവണം. വലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയ, നിങ്ങൾ ദുന്യവിയായ മക്കളാവരുത്. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അത് ചെയ്യാനുള്ള ഇടമാണ് ഈ ഭൂമിലോകം. ഇവിടെ ആരും ആരെയും വിചാരണ ചെയ്യപ്പെടുകയില്ല. ഇനി വിചാരണ ചെയ്താൽ തന്നെ അത് പരിപൂർണവുമല്ല. വഗദൻ ഹിസാബും വലാ അമൽ, വിചാരണ മുഴുവനും നാളെ മഹ്ശറ വൻസബയിലാണ്. അവിടെ വച്ച് പോരായ്മ നികത്താൻ നമുക്ക് യാതൊരു വകുപ്പും അവിടെ ഇല്ല. നന്മതിന്മകളെല്ലാം പരിശോധിച്ച് ഒരു സുബഹിയുടെ കുറവുണ്ട്, ഒരു ളുഹർ നിസ്കാരത്തിന് കമ്മിയുണ്ട്, ഏതെങ്കിലും ഒരു ഫർളിന്റെ പോരായ്മയുണ്ട്, പരിഹരിക്കാൻ നാളെ ആഖിറത്തിൽ ഇടമില്ല, സ്ഥലമില്ല, സൗകര്യമില്ല, അനുവദിക്കുന്നതുമല്ല. ചെയ്യേണ്ട പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാൻ അല്ലാഹു നമുക്ക് നിശ്ചയിച്ച സ്ഥലമാണ് ഈ ഭൂമി ലോകം. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസുന അമലു, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആര് എന്ന് ചോദിച്ചാൽ അവന് വയസ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു, വയസ്സ് കൂടുന്തോറും നല്ല മനുഷ്യനായി ജീവിക്കുകയാണ് എങ്കിൽ നേരത്തെ കൂട്ടി മരിക്കാതെ 60, 70, 80, 90 വേണമെങ്കിൽ അതിനേക്കാളും കൂടുതൽ ആയുസ്സോടുകൂടെ ജീവിക്കാൻ ഭാഗ്യവാനാകലാണ് ഏറ്റവും നല്ല മനുഷ്യൻ. ആയുസ് കൂടുന്നവനാണ്. ഈ കട്ടിലിന്റെ പുറത്ത് കടന്നതുകൊണ്ടായില്ല, രോഗശയ്യയിൽ കാലങ്ങളോളം കടന്നതുകൊണ്ടായില്ല, ആരോഗ്യത്തോടുകൂടെ ആഫിയത്തോടുകൂടെ റുക്കൂവും സുജൂദും നിന്നുകൊണ്ട് തന്നെ ഫാത്തിഹ ഓതി റുക്കൂവിലേക്കും സുജൂദിലേക്കും പോയി വരാൻ കസേരയില്ലാതെ കട്ടിലില്ലാതെ നേരെ ചൊവ്വ നിസ്കരിക്കാൻ ഒരു മനുഷ്യന് പറ്റുന്നുവെങ്കിൽ, അവന് ബോധമുണ്ടെങ്കിൽ, അവൻ ഇബാദത്തൊന്നും നഷ്ടപ്പെടുത്താതെ കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ അവന് വയസ്സ് കൂടുതൽ വളരെ ഖൈറാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. വശർറുക്കും മൻ ത്വാല ഉംറുഹു വസ്സാഅ അമലു, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ മനുഷ്യൻ ആര് എന്ന് ചോദിച്ചാൽ അവന് വയസ്സ് കൂടുകയാണ്, പക്ഷെ അമലുകളൊന്നുമില്ല. ഓരോ വർഷം ചെല്ലുന്തോറും അവൻ തമ്മാടിയാവുകയാണ്, അനുസരണയില്ലാത്തവനാവുകയാണ്, അദബില്ലാത്തവനാവുകയാണ്, സ്വഭാവം മോശമായി കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതോടൊപ്പം അവന്റെ വയസ്സ് ദീർഘിക്കൽ അവന് കേടാണ്, നഷ്ടമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ഖുർആൻ ചോദിക്കുന്നു, അലം നജ്അൽ ലഹു ഐനൈൻ, അവന് ഞാൻ 2 കണ്ണ് കൊടുത്തില്ലയോ? എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണ് തന്നിട്ടുണ്ടത്രേ.
അതിന്റെ മഹത്വമാണ് റബ്ബ് പറയുന്നത്. എനിക്കും നിങ്ങൾക്കും മാത്രമല്ല റബ്ബ് കണ്ണു തന്നത്. ഇവിടെയുള്ള മൃഗങ്ങൾക്കല്ല 2 കണ്ണ് കൊടുത്തിട്ടുണ്ടോ? പക്ഷി പറവകൾക്ക് അല്ലാഹു 2 കണ്ണ് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിലെ മത്സ്യങ്ങൾക്ക് 2 കണ്ണുണ്ട്. ഇഴജന്തുക്കൾക്ക് 2 കണ്ണുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യതര പല ജീവികൾക്കും അല്ലാഹു 2 കണ്ണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ കണ്ണിന്റെ മഹത്വമൊന്നും അല്ലാഹു പറയുന്നില്ല. അല്ലാഹു പറയുന്നത് മനുഷ്യരാകുന്ന എന്റെയും നിങ്ങളെയും കണ്ണിന്റെ പവറാണ്. അലം നജ്അൽ ലഹു ഐനൈൻ, ആ മനുഷ്യന്മാർക്ക് അവന് ഞാൻ 2 കണ്ണ് കൊടുത്തില്ലയോ? എന്താ നമ്മുടെ കണ്ണിന്റെ പ്രത്യേകത? മറ്റുള്ള മൃഗങ്ങളെ കണ്ണപേക്ഷിച്ചുകൊണ്ട് കണ്ണിനെ അപേക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പറവകളുടെയും മത്സ്യങ്ങളുടെയും ഇഴജന്തുക്കളുടെയും കണ്ണിന്റെ പവർ അനുസരിച്ചാവട്ടെ, പുലിയാവട്ടെ, ആനയാവട്ടെ, അതിന് വികാരം ശമിപ്പിക്കാൻ വേണ്ടി സഹജീവിയുമായി ബന്ധപ്പെടുമ്പോ ചിലപ്പോൾ അതിന്റെ അമ്മയായിരിക്കാം, അതിന്റെ ഉമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ പെങ്ങളായിരിക്കാം, ആങ്ങളയായിരിക്കാം. അതൊന്നും മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നോട്ടമില്ല. അവർക്കതറിയ ആ തള്ളക്കോടി കുഞ്ഞുങ്ങളെ കാത്തു സംരക്ഷിക്കുകയാണ് എന്റെ മക്കളാണെന്ന് പറഞ്ഞു. ആ ചെറിയ കുഞ്ഞുങ്ങൾ വളർന്ന് സ്വന്തമായി ഇരയെ തേടാൻ കഴിവുള്ള പ്രായമാകുമ്പോ ആ രക്ഷിതാക്കൾ മക്കളെ ഒഴിവാക്കുകയാണ്. പിന്നെ മക്കളായി കാണാൻ പറ്റുന്നില്ല. അമ്മയെ അമ്മയായി കാണാൻ പറ്റുന്നില്ല, ഉമ്മയെ ഉമ്മയായി കാണാൻ പറ്റുന്നില്ല. വേർതിരിച്ചറിയാനുള്ള കഴിവ് ആ ജീവികൾക്കൊന്നുമില്ല. എന്നാൽ ഒരു കുപ്പിയിൽ സുർക്കയാണെങ്കിൽ കുടിക്കാവുന്നതാണ്, ഒരു കുപ്പിയിൽ വെള്ളമാണെങ്കിൽ കുടിക്കാവുന്നതാണ്. ഹലാലായ വെള്ളമേതാണ്, ഹറാമായ വെള്ളമേതാണെന്ന് വേർതിരിച്ചറിയാൻ മനുഷ്യന്മാരെ കണ്ണിന് അല്ലാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹലാലായ വെള്ളമുണ്ടായിരിക്കെ അവനെങ്ങാനും ഹറാമായ വെള്ളം കുടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് അവൻ മാറിയാൽ അത് കാരണമായി തിക്തഫലമെന്നോണം നരകത്തിന്റെ യാതനകളും വേദനകളും അവൻ അനുഭവിക്കേണ്ടി വരുമെന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. എന്നാൽ ദാഹിച്ചു വലഞ്ഞ നായയോ അല്ലെങ്കിൽ പൂച്ചയോ പുലിയോ ഏതെങ്കിലും ഒരു ജീവി ദാഹം കാരണമായി, അല്ലെങ്കിൽ വെറുതെ ഒരു ഹരം കാരണമായി ഏതെങ്കിലും ഒരു ബക്കറ്റിൽ കിടക്കുന്ന കള്ളാണ് മോന്തിയതെങ്കിൽ ആ കള്ള് കുടിച്ചതിന്റെ പേരിൽ ഒരു ആനയും നരകത്തിൽ പോവില്ല, ഒരു ആമയും നരകത്തിൽ പോവില്ല, ഒരു കുരങ്ങനും ഒരു മുയലും നരകത്തിൽ പോവില്ല. അവർക്കറിയില്ല ഇത് ഹറാമായ വെള്ളമാണെന്ന്, അവർക്കറിയില്ല ഏതാണ് ഹലാലെന്ന് അവർക്കറിയില്ല. മനുഷ്യനാകുന്ന നമ്മുടെ കണ്ണിനുള്ള നിന്ന പ്രത്യേകത എല്ലാം വേർതിരിച്ച് മനസ്സിലാക്കാൻ, ഹറാം ഏതാണ് ഹലാൽ ഏതാണ് എന്നെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലാഹു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് റബ്ബ് പറയുന്നത് അലം നജ്അൽ ലഹു ഐനൈൻ, അവന് ഞാൻ 2 കണ്ണ് കൊടുത്തില്ലയോ? ആ കണ്ണിനെ കുറിച്ച് അവൻ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര വലിയ പവറുള്ള കണ്ണാണ്, എത്ര വലിയ മഹത്വമുള്ള കണ്ണാണ്. അത് കാണാൻ വേണ്ടി മാത്രമുള്ളതല്ല, കാണേണ്ടത് കാണാനുള്ള കണ്ണുകളാണ്, അവയവമാണത്. അവന് നല്ലൊരു നാവ് ഞാൻ കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്മാരായ നമുക്ക് അല്ലാഹു നാവ് തന്നിട്ടുണ്ടത്രേ. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയുള്ള മൃഗങ്ങൾക്കല്ല കൊടുത്തിട്ടുണ്ട് നാവ്. പോത്തിനായാലും എരുമക്കായാലും ആടിനായാലും പൂച്ചക്കായാലും പുലിക്കായാലും എല്ലാ ജീവികൾക്കും അല്ലാഹു നാവ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പക്ഷികൾക്ക് നാവ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ ജീവികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഴജന്തുക്കൾക്ക് വരെ, പാമ്പിന് വരെ അല്ലാഹു നാവ് കൊടുത്തിട്ടുണ്ട്. ആ നാവിന്റെ മഹത്വമൊന്നും റബ്ബ് പറയുന്നില്ല. മനുഷ്യരതര ഇതര ജീവികൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നാവ് കൊടുത്തിട്ടുണ്ട്. നാവില്ലാത്ത ഒരേ ഒരു ജീവി മാത്രമേ ഉള്ളൂ, മത്സ്യം. നമ്മൾ കഴിക്കുന്ന മീൻ, മത്സ്യം, അതിന് മാത്രം നാവില്ല, പല്ല് മാത്രമേ ഉള്ളൂ. മത്സ്യത്തിന് ചവക്കാൻ പറ്റില്ല, മത്സ്യം വിഴുങ്ങുകയുള്ളൂ. നാവില്ലാത്ത ഒരേ ഒരു ജീവി മത്സ്യമാണ്. എന്നാൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ മുകാശഫത്തുൽ ഖുലൂബ് എന്ന കിതാബിൽ പഠിപ്പിക്കുന്നതായി കാണാം, മത്സ്യത്തെ അല്ലാഹു ആദ്യം പടച്ചപ്പോൾ അതിന് നാവുണ്ടായിരുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാവെടുത്തു മാറ്റിയതാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ ഗീബത്ത് പറഞ്ഞതുകൊണ്ട്, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ഗീബത്ത് പരത്തിയതുകൊണ്ട് മത്സ്യങ്ങളെ നാവ് പിന്നീട് അല്ലാഹു എടുത്തു മാറ്റിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി. ഈ വിവരം പറഞ്ഞ ഇബ്ലീസ് വല്ലാതെ സന്തോഷിക്കുകയാണ്. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് പോരാൻ കാരണം ആദമാണ്, ആ ആദമിനെയും അല്ലാഹു പുറത്താക്കിയെന്ന വാർത്ത കേട്ടപ്പോ ഇബ്ലീസ് വല്ലാതെ ആനന്ദിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. ആ ഇബ്ലീസിന് 4 പേരോട് പറയണമെന്ന് വല്ലാത്തൊരു താല്പര്യമുണ്ട്. അങ്ങനെ
അങ്ങനെയാണല്ലോ. നമ്മുടെ അയൽവാസികൾക്കോ കുടുംബക്കാർക്കോ നമ്മൾ വെറുക്കുന്ന വ്യക്തികൾക്കോ വല്ല അപകടവും സംഭവിച്ചാൽ, എന്തെങ്കിലും പോരായ്മകളോ കുറ്റങ്ങളോ കുറവുകളോ സംഭവിച്ചാൽ 4 പേരോട് പറയാതെ എനിക്കും നിങ്ങൾക്കും ഉറക്കം വരില്ല. അയൽവാസിയുടെ കുറ്റം പറയുമ്പോൾ നമുക്ക് വരുന്ന സുഖം വല്ലാത്ത സുഖമാണ്. നമ്മൾ വെറുക്കുന്ന വ്യക്തികളുടെ ഏതെങ്കിലും കുറ്റങ്ങൾ കാണുമ്പോ അത് 4 പേരെ മുമ്പിൽ വിളമ്പാറ് എനിക്കും നിങ്ങൾക്കും ഉറക്കമില്ല. ഇത് ഇബ്ലീസിന്റെ ഒരു സ്വഭാവമാണ്. ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പുറത്താക്കിയപ്പോ 4 പേരോട് പറയണമെന്ന താല്പര്യത്തോടുകൂടെ ഇബ്ലീസുൽ ലഈൻ ഓടി നടക്കുകയാണ്. അവസാനം അവൻ പോയി എത്തിയത് ഒരു കടപ്പുറത്താണ്. ആ കടലിൽ നിന്ന് പൊന്തി വന്ന ഒരു മത്സ്യത്തോട് അവൻ പറഞ്ഞ് സായുജ്യമടയുകയാണ്. മത്സ്യമേ, ആദമിനെ അല്ലാഹു പുറത്താക്കിയിട്ടുണ്ട്, അയാൾ വന്നാൽ നിങ്ങളെല്ലാം വേട്ടയാടി പിടിച്ച് പൊരിച്ചു തിന്നു എന്ന് മത്സ്യത്തോട് പറഞ്ഞപ്പോ മത്സ്യമര വെള്ളത്തിലുള്ള ഊളിയിട്ട് കാണുന്ന മത്സ്യങ്ങളോടെല്ലാം ആദം നബി അലൈഹി സ്വലാമിന്റെ അഗീബത്ത് പറയാൻ തുടങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മത്സ്യങ്ങളെയും നാവെടുത്തു മാറ്റിയതാണ്. പിന്നീട് മത്സ്യങ്ങൾക്ക് അല്ലാഹു നാവ് കൊടുത്തിട്ടില്ല. നാവില്ലാത്ത ഒരേ ഒരു ജീവി മത്സ്യം മാത്രമാണ്. മറ്റുള്ള എല്ലാ ജീവികൾക്കും അല്ലാഹു നാവ് കൊടുത്തിട്ടുണ്ട്. ആ നാവിന്റെ ഒരു മഹത്വവും അല്ലാഹു പറയുന്നില്ല. അല്ലാഹു പറയുന്നത് എന്റെയും നിങ്ങളെയും നാവിന്റെ മഹത്വമാണ്. മനുഷ്യ ഇതര ജീവികളെ നാവെന്ന് പറഞ്ഞാൽ അവരെ വായിലേക്ക് വരുന്ന ഭക്ഷണം അത് ചവക്കാൻ വേണ്ടി പല്ലിനടുക്കലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ചട്ടകം മാത്രമാണ്. എന്നാൽ എന്റെയും നിങ്ങളെയും നാവ് വെറും ഒരു ചട്ടകം മാത്രമല്ല. ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്. അല്ലാഹുവിനെ ദിക്ർ ചെല്ലാൻ വേണ്ടി തന്നതാണ്. അല്ലാഹുവിനെ ദിക്ർ ചെല്ലാൻ വേണ്ടി തന്നതാണ്. ഖുർആൻ ഓതാൻ വേണ്ടി, തസ്ബീഹ് ചെല്ലാൻ വേണ്ടി, തഹ്ലീൽ ചെല്ലാൻ വേണ്ടി, നല്ലത് പറയാൻ വേണ്ടി, വഅൽ പറയാൻ വേണ്ടി, നല്ല ഉപദേശം ചെയ്യാൻ വേണ്ടി, മസ്ലഹത്തിന് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി, അതിനുവേണ്ടി തന്നതാണ് എന്റെയും നിങ്ങളെയും നാവ്. ഈ നാവ് കൊണ്ട് കളവ് പറയാൻ പറ്റും, പക്ഷേ പറഞ്ഞുകൂടാ. ഈ നാവ് കൊണ്ട് ഗീബത്ത് പറയാൻ പറ്റും, പക്ഷേ പറഞ്ഞുകൂടാ. ഈ നാവ് കൊണ്ട് തോന്നിവാസം പറയാൻ പറ്റും, ഈ നാവ് കൊണ്ട് തെറി പറയാൻ പറ്റും, പക്ഷേ അതിനൊന്നും ഈ നാവ് ഉപയോഗിക്കാൻ പാടില്ല. ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്. അല്ലാഹുവിനെ ദിക്ർ ചെല്ലാൻ മാത്രമാണ് ഈ നാവിനെ നമ്മൾ ചലിപ്പിക്കേണ്ടത്. ആഖിറത്തിൽ കൂലിയുള്ളതെല്ലാം ദിക്റാണ്. മാ യുസാബു അലൈഹി ഇൻദല്ലാഹ്. റബ്ബിന്റെ അടുക്കൽ പ്രതിഫലമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും ദിക്റിന്റെ ഗണത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ കോടതിയിൽ കൂലിയുള്ള എന്തെല്ലാം വചനങ്ങളുണ്ടോ അത് മുഴുവനും ഉരുവിടാനും പറയാനും അല്ലാഹു തന്ന അവയവമാണ് എന്റെയും നിങ്ങളെയും നാവ്. ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. നിങ്ങൾ ദിക്ർ ചൊല്ലണം, ധാരാളം ദിക്ർ ചൊല്ലണം. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. രാവിലെയും വൈകുന്നേരം തസ്ബീഹ് ചൊല്ലണം. പരിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നോക്കിയാൽ കാണാം. സഹീഹുൽ ബുഖാരിയുടെ ആദ്യത്തെ ഹദീസ് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. നിയ്യത്ത് കൊണ്ടല്ലാതെ ഒന്നുമല്ല സ്വീകരിക്കപ്പെടുന്നതല്ല. ലികുല്ലി ഇംറിഇൻ മാ നവാ. ഓരോ മനുഷ്യന്മാരും അവരവർ ഉദ്ദേശിക്കുന്നത് അവരിൽ ഉണ്ടാകുന്നതാണ് അവന് ചെയ്യാൻ സാധിക്കും. അതിനെ പിൻപറ്റാൻ അവന് സാധിക്കും, അതിനെ ഫോളോ ചെയ്യാൻ അവന് സാധിക്കും. ഏതിനെയാണ് അവൻ ഫോളോ ചെയ്യുന്നത് അതിന്റെ തിക്തഫലം അവൻ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ബുഖാരി അവസാനത്തെ ഹദീസ് ഏതാ? കലിമത്താനി ഖബീബത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ വഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. നാവ് കൊണ്ട് ചെല്ലാൻ എളുപ്പമുള്ള 2 വചനം, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള 2 വചനം, നാളെ റബ്ബിന്റെ കോടതിയിൽ തുലാസിൽ കൂടുതൽ കനം തൂങ്ങുന്ന 2 വചനം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഈ 2 വചനമാണ് ചൊല്ലാൻ അത്ര എളുപ്പമാണ്, അല്ലാഹുവിന് അത്ര ഇഷ്ടമുള്ള വചനമാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് കൂടുതൽ പ്രതിഫലം കിട്ടാൻ കനം തൂങ്ങുന്ന 2 വചനം. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. രാവിലെയും വൈകുന്നേരം തസ്ബീഹ് ചെല്ലണമെന്ന് അല്ലാഹുവിന്റെ ഉപദേശമാണ്. ഞാനും നിങ്ങളും അങ്ങനെ തസ്ബീഹ് ചെല്ലാറില്ല, ഞാനും നിങ്ങളും തഹ്ലീൽ ചെല്ലാറില്ല, ഞാനും നിങ്ങളും ഖുർആൻ ഓതാറില്ല, ഞാനും നിങ്ങളും നിസ്കാരം നേരെ ചൊവ്വ ചെയ്യാറില്ല, ഞാനും നിങ്ങളും സുന്നത്ത് തീരെ എടുക്കാറില്ല. നമ്മുടെ പോക്ക്
പോക്ക് എങ്ങോട്ടേക്കാണ്? മരിക്കണ്ടേ? നമുക്ക് കബറിലൊന്ന് പോയി കിടക്കണ്ടേ? മുങ്കർ നക്കീറിനെ കണ്ടുമുട്ടണ്ടേ? ഇത് കഴിഞ്ഞാൽ മഹ്ശറ കൊള്ള വിളിക്കപ്പെടുമ്പോ അവിടെ പോയി നിൽക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. നമുക്ക് നിക്ഷരമായ അല്പം ജീവിതം മാത്രമേ ഇവിടെയുള്ളൂ. 60 കൊല്ലം 70 കൊല്ലം അപൂർവങ്ങളിൽ അപൂർവം മാത്രം 80 90 100 കൊല്ലം ജീവിച്ചേക്കാം. കൂടുതലായി 60ന്റെയും 70ന്റെയും ഇടയിലാണ് എനിക്കും നിങ്ങൾക്കുമുള്ള ജീവിതമുള്ളത്. ആ ജീവിതത്തില് ഭൂരിഭാഗവും ഉറങ്ങിത്തീർക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഒരു ദിവസം ചുരുങ്ങിയത് 8 മണിക്കൂർ ഉറങ്ങുന്ന ആളുകളാണ് ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും. ഒരു ദിവസം 8 മണിക്കൂർ രാവും പകലും കൂടെ കൂടി ചുരുങ്ങിയത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നവരാണ് ഞാനും നിങ്ങളും. ഈ ഒരു ദിവസം 24 മണിക്കൂറാണ്. 24 മണിക്കൂറിന്റെ 1/3 ഭാഗമാണ് 8 എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരു ദിവസം 8 മണിക്കൂർ ഒരു മനുഷ്യൻ ഉറങ്ങുകയാണെങ്കിൽ അവന് 60 വയസ്സാകുമ്പോ 20 കൊല്ലം അവൻ ഉറങ്ങിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ 60 വയസ്സാകുമ്പോ അവൻ ദിവസേന 8 മണിക്കൂർ ഉറങ്ങുന്നവനാണെങ്കിൽ സുബ്ഹാനല്ലാഹ് 60 വയസ്സ് പൂർത്തീകരിക്കപ്പെടുമ്പോ 60ാമത്തെ വയസ്സനാകുമ്പോ അവൻ ചുരുങ്ങിയത് 20 മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ടുണ്ട്. ബാക്കി ശേഷിച്ചിരിപ്പുള്ള 40 മണിക്കൂറിൽ അവൻ അലക്കേണ്ടതുണ്ട്, കുളിക്കേണ്ടതുണ്ട്, ഉമ്മയുടെ വീട്ടിൽ പോകേണ്ടതുണ്ട്, കല്യാണത്തിന് പോകേണ്ടതുണ്ട്, വിനോദത്തിന് പോകേണ്ടതുണ്ട്, മറ്റു പല ദുന്യവിയായ കച്ചവട കാര്യങ്ങളുമായി ബന്ധപ്പെടേണ്ടതുണ്ട്, പലരുമായി സംസാരിച്ചിരിക്കേണ്ടതുണ്ട്. അതെല്ലാം ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ ആഖിറത്തിലേക്ക് പണിയെടുക്കാൻ അല്പം സമയമോ അല്പം ദിവസമോ മാത്രമേ എനിക്കും നിങ്ങൾക്കുമുള്ളൂ. ആ ദിവസം കൊണ്ട് നമുക്ക് എത്തിപ്പെടണം പരിശുദ്ധമായ സ്വർഗം. ആ സ്വർഗമേതാ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്ന സ്വർഗം. ലം തുസുന്നതമൻ അഹിയല്ലലാമ ഇലാ അനിസ്തഖത് ഖദമാ ഉമുറ മിൻ വറമീ. അല്ലാഹുവിന്റെ ഹബീബ് ഫർളായ ഇബാദത്തൊന്നും നഷ്ടപ്പെടുത്താറില്ല. ചെയ്യേണ്ട സുന്നത്തുകളെല്ലാം കൃത്യമായി ചെയ്യാറുണ്ട്. തഹജ്ജുദ് വരെ എഴുന്നേറ്റ് നിസ്കരിക്കാറുണ്ട്. ളുഹാ നിസ്കാരം ഉപേക്ഷിക്കാറില്ല. എന്നാലും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചില രാത്രികളിൽ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ കിടന്നുറങ്ങാതെ 2 റക്അത്ത് നിസ്കരിക്കുന്നു. സലാം വീട്ടിയാ വീണ്ടും എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുന്നു. അങ്ങനെ 11 സമയം വരെ സുബഹിയോടെടുക്കുന്നത് വരെ ഈ 2 റക്അത്ത് വിധം അല്ലാഹുവിന്റെ ഹബീബ് നിന്നുകൊണ്ട് കസേര പുറത്തല്ല, കട്ടിലിന്റെ പുറത്തല്ല, നിന്നുകൊണ്ട് നിസ്കരിക്കുമ്പോ അവിടത്തെ കാലിലേക്ക് അതാ നീര് വന്നിറങ്ങുകയാണ്. അവിടത്തെ ഭാര്യയാകുന്ന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? ഇത് ഫർളായ ഇബാദത്തല്ലല്ലോ. തങ്ങൾ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിത്വമാണല്ലോ. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട മഹൽ വ്യക്തിത്വമാണല്ലോ. യാ റസൂലല്ലാഹ്, ഒന്ന് വിശ്രമിച്ചുകൂടെ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, ആയിഷ അഫലാ നകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ എന്നാണ്. ഞാൻ നന്ദിയുള്ളൊരു അടിമയാകണ്ടയോ? അല്ലാഹുവിന്റെ ഹബീബിനെക്കാളും നന്ദിയുള്ള അടിമ റബ്ബിന് ആരാ ഉള്ളത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് തന്നെ അഹ്മദ് എന്നാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് അഹ്മദ് എന്നാണ്. അഹ്മദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്തുതിക്ക് പാത്രമാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് ഇവിടെ ജനിച്ചു വന്ന് എല്ലാ സൃഷ്ടികളുടെയും എല്ലാ സൃഷ്ടി ചരാചരങ്ങളുടെയും താല്പര്യങ്ങൾ പിടിച്ചു പറ്റിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സ്തുതിക്കപ്പെടാൻ അർഹനായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് മുഹമ്മദ് എന്നായി മാറുകയാണ്. എല്ലാവരും സ്തുതി പറയുകയാണ്. നല്ല മകനാണ്, ആമിനയുടെ പുത്രനാണ്, അബ്ദുള്ളയുടെ പുത്രനാണ് എന്ന് മാത്രമല്ല ലോകത്തിന് വഴികാട്ടിയാണ്, ലോകത്തിന് റഹ്മത്താണ്. ലോകത്തുള്ള സർവർക്കും അതാ ഫോളോ ചെയ്യാൻ പറ്റിയ ഒരേ ഒരു വ്യക്തിയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. എല്ലാവരും നന്മ പറയുകയാണ്, എല്ലാവരും സന്തോഷം പറയുകയാണ്. അവിടത്തെ ഇരുത്തമാണെങ്കിലും കിടത്തമാണെങ്കിലും നടത്തമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും മക്കളുമായുള്ള ബന്ധമാണെങ്കിലും ഭാര്യയുമായുള്ള ബന്ധമാണെങ്കിലും
ബന്ധമാണെങ്കിലും അയൽവക്ക ബന്ധമായാലും കുടുംബ ബന്ധമായാലും ശത്രുവുമായുള്ള ബന്ധമായാലും എല്ലാം ജനങ്ങൾക്ക് മാതൃകയാണ്. ആ മാതൃക കാണുമ്പോ എല്ലാവരും വിളിച്ചുപോയി മുഹമ്മദ് എന്ന പേരാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരും അവിടുത്തതായ പേരുകൾ അതാ നല്ല രൂപത്തിൽ പറയുകയാണ്. അവിടുത്തതായ ജീവിതം എല്ലാവരും മഴവറക്കുകയാണ്. അവിടുത്തതായ സുന്ദരമായ വഴികാട്ടിയായി ജനങ്ങളെ മുഴുവനും കാണുകയാണ്. ഏത് ഡോക്ടറാവട്ടെ, എഞ്ചിനീയറാവട്ടെ, മുസ്ലിയാരാവട്ടെ, തങ്ങളാവട്ടെ, ആണാവട്ടെ, പെണ്ണാവട്ടെ, എല്ലാവർക്കും മാതൃകയായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇവിടെ ജീവിച്ചിട്ടുണ്ട്. ആ ജീവിതമെല്ലാം ഒപ്പിയെടുത്ത് അതാ മുഹദ്ദിസീങ്ങള് നമ്മളെ മുമ്പിൽ വിശദീകരിച്ചു തരുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതം എങ്ങനെയാണ് എന്ന് ആ ജീവിതം ഫോളോ ചെയ്ത് ജീവിക്കാൻ തലമുറയായി പണ്ഡിതന്മാർ നമ്മളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഹബീബ് അന്തിയുറങ്ങുന്ന, ഹബീബ് താമസിക്കുന്ന ഭവനമാണ് പരിശുദ്ധമായ സ്വർഗം. എത്രയോ ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ അവർ ഏത് സമയത്തും റബ്ബിനെ സ്മരിക്കുന്നവരാണ്. നിസ്കാരമൊന്നും അവർ കലാക്കാറില്ല. അഥവാ കലായി പോയാൽ അതിനെ ബാക്കി വെക്കാറില്ല. അതിനെല്ലാം കലാ വിട്ടുന്നവരാണ്. സുന്നത്തുകളെല്ലാം വാരിക്കൂട്ടുന്നവരാണ്. ജനങ്ങളുമായുള്ള സമ്പർക്കത്തിൽ അള്ളാഹുമായുള്ള ബന്ധം അറ്റുപോകുമോ, അത് മുറിഞ്ഞു പോകുമോ, ജനങ്ങളുമായി കൂടി ഗീബത്ത് പറയേണ്ടി വരുമോ, നമീമത്ത് പറയേണ്ടി വരുമോ, പണ്ഡിതന്മാർ ചീത്ത പറയേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ടതിന്റെ പേരിൽ അവരെല്ലാ സുഖ സൗകര്യങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് പോവുകയാണ്. 25 ആണ്ടോളം ചുറ്റി നടന്നവർ, ഇനി എന്നെ കേട്ടാരേയിരുന്നവർ ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ തൊട്ട മാസം മഹാന്റെ മനാഖിബുമായി ബന്ധപ്പെട്ട്, ഉറൂസുമായി ബന്ധപ്പെട്ട് ലോക മുസ്ലിമീങ്ങൾ ആദരവോടുകൂടെ മഹാനെ വരവേറ്റുകൊണ്ട് മഹാനവൾക്ക് ആവശ്യമായ ഖത്മുകളും തഹീലുകളും എല്ലാം ഓടിക്കൊടുത്ത് മഹാന്റെ പേരിൽ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്ത് അതാ മഹാന്റെ പേരിൽ ഖത്തം വഴങ്ങി ഇങ്ങനെ തുടങ്ങി നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മാസമാണ് ഈ തൊട്ട് മുമ്പിൽ കഴിഞ്ഞ മാസം. ഇതാ ഇപ്പോൾ റിഫായി ഷേഖിന്റെ മാസമാണ്. റബീഉൽ അവൽ കഴിഞ്ഞു, റബീഉൽ ആഖിർ കഴിഞ്ഞു, ഇപ്പോൾ ഇതാ ജമാദുൽ അവൽ, ജമാദുൽ ഊലയാണ്. ഷേഖ് റിഫായി തങ്ങളുടെ മാസം 2-3 മാസമായി, 2-3 ദിവസമായിരിക്കുകയാണ്. ഷേഖ് റിഫായി തങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിനെ ഫോളോ ചെയ്ത് ജീവിച്ച മഹാൽ വ്യക്തിത്വമാണ്. മാത്രമല്ല ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് വരെ സംസാരിക്കാൻ ഭാഗ്യമുള്ള ഒരു ഗർഭശിശുവായിരുന്നു ഷേഖ് റിഫായി തങ്ങൾ. മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാ അഹ്മദുൽ കബീർ എന്ന് ചൊന്നവർ ഉമ്മയുടെ പള്ളിയിൽ അതാ പ്രസവം അടുക്കുകയാണ്. ഉമ്മ പ്രസവിച്ചിട്ടില്ല, പ്രസവം അടുത്തിട്ടേയുള്ളൂ, സമയമാകുന്നതേയുള്ളൂ. അതാ ഉമ്മ ആരോ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. നോക്കുമ്പോൾ ആരെയും കാണാനില്ല, വീടിന്റെ അകത്താരുമില്ല, പരിസരത്താരുമില്ല. ഏതോ ഒരു ചെറിയ കുഞ്ഞ് സംസാരിക്കുകയാണ്. ഉമ്മ ഒന്നുകൂടെ ശ്രദ്ധിച്ചപ്പോ അതെ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്, ഞാനിതാ പ്രസവിക്കാൻ വേണ്ടി പോകുന്ന കുഞ്ഞ് സംസാരിക്കുകയാണ്. കുഞ്ഞിന്റെ സംസാരം കേട്ടപ്പോൾ ഉമ്മാക്ക് വല്ലാത്തൊരു താല്പര്യം. എന്റെ പള്ളിയിൽ കിടക്കുന്ന കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ? എന്റെ ഉമ്മയുടെയും ആഗ്രഹം അതാ. എന്റെ പള്ളിയിൽ കിടക്കുന്ന കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നറിയണം. ഉമ്മ ചോദിക്കുന്നു, എന്റെ പള്ളിയിൽ കിടക്കുന്ന കുഞ്ഞ് ഈ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ? അതാ പള്ളിയിൽ കിടക്കുന്ന കുഞ്ഞ് പറയുകയാണ് ആണോ പെണ്ണോ എന്ന് ചോദിച്ച സമയത്ത് മകനാ മഹ്മൂദുൽ കബീർ എന്ന് ചൊന്നവർ ഉമ്മ ഞാൻ ആൺകുഞ്ഞാണ്, എന്റെ പേര് അഹമ്മദുൽ കബീർ എന്ന്. അതാ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് സംസാരിച്ച പൊന്നുമോനാണ് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ തങ്ങള്. ഒരുപാട് കറാമത്തിന്റെ ഉടമയാണ്. അവിടുന്ന് വളർന്ന് വലിയ മഹാനായി തീർന്ന കാലഘട്ടത്ത് അള്ളാഹുവിന്റെ ഹബീബിനെ സിയാറത്തിന് വേണ്ടി മദീനയിലേക്ക് ചെന്നപ്പോ അവിടെ ഒരു മഹാന്മാർ ഷേഖ് മുഹീദ്ദീൻ അടക്കമുള്ള ഒരുപാട് മഹാന്മാർ സിയാറത്തിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ തങ്ങള് അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ ആ ഖബർ ഷരീഫിൽ വെച്ചുകൊണ്ട് പറയുന്നു, വിഹാലത്തിൽ ബോഡി റൂഹി കുണ്ടൂറുസിലുഹ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബത്തി. അള്ളാഹുവിന്റെ ഹബീബേ അവിടത്തെ കാണാൻ വല്ലാതെ ആഗ്രഹിച്ചവനാണ്. പക്ഷേ വരാൻ പലപ്പോഴും എനിക്ക് സാധിച്ചില്ല. ആ ടൈമിലെല്ലാം എന്റെ ആത്മാവിനെ ഞാൻ പറഞ്ഞയക്കാറുണ്ട്. എന്റെ ആത്മാവ് തങ്ങളുമായി സംഗമിക്കാറുണ്ട്, തങ്ങൾക്ക് സലാം പറയാറുണ്ട്, തങ്ങളെ സലാം എനിക്ക് കൊണ്ടുവന്ന് തരാറുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ എന്റെ ആത്മാവിനോടൊപ്പം തന്നെ എന്റെ ബോഡിയുമായി ഞാൻ വന്നു നിൽക്കുകയാണ്. എനിക്ക് വേണ്ടത് ഈ ലോകത്ത് ഞാൻ ആകെ ആഗ്രഹിക്കുന്നത് എനിക്ക് സമ്പത്തല്ല,
എനിക്ക് വീടല്ല, മറ്റൊരു ആനുകൂല്യങ്ങളുമല്ല. അവിടത്തെ കൈയൊന്ന് നീട്ടിത്തരുക, ഞാനൊന്ന് മതിവരുവോളം ചുംബിക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞിട്ട് 400 കൊല്ലം കഴിഞ്ഞിരിക്കുക. ആറടി മണ്ണിൽ അടക്കം ചെയ്യപ്പെട്ട അള്ളാഹുവിന്റെ ഹബീബിനോട് 400 കൊല്ലം കഴിഞ്ഞതിന് ശേഷം മഹാനായ അഹ്മദ് കബീർ തങ്ങൾ പറയുന്നത്, യാ റസൂലല്ലാഹ്, അവിടത്തെ കൈയൊന്ന് നീട്ടിത്തരുക, ഞാനൊന്ന് ചുംബിക്കട്ടെ എന്ന്. അതാ പരിശുദ്ധമായ ഖബർ ശരീഫ് പൊട്ടുകയാണ്, അതിലൂടെ കൈയതാ നീട്ടിക്കൊടുക്കുകയാണ്. അഹ്മദ് കബീർ തങ്ങൾ ചുംബിക്കുകയാണ്. ഇത് കാണാൻ മഹാനായ ശൈഖ് മഹ്ദി തങ്ങളടക്കമുള്ള ഒരുപാട് മഹാന്മാർ അവിടെ സാക്ഷിയാണ്. ഈ വലിയൊരു പുണ്യകർമ്മം അല്ലെങ്കിൽ മഹത്തായ ഒരു സന്ദർഭം ഇതേ രൂപത്തിൽ മറ്റൊരു ഔലിയാക്കന്മാർക്ക് കിട്ടാത്ത വിധം അഹ്മദ് കബീർ തങ്ങൾ അത് നേടി എന്നുള്ള സന്തോഷം മഹാന്മാർ തലമുറയായി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം റബ്ബിന് വേണ്ടി ജീവിച്ചവരാണ്. അവരെ ബാപ്പമാർ റബ്ബിന് വേണ്ടി ജീവിച്ചവരാണ്. അവരെ ഉമ്മമാർ റബ്ബിന് വേണ്ടി ജീവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവരെ അല്ലാഹു ആദരിച്ചു, അവരെ അല്ലാഹു ബഹുമാനിച്ചു. വരും തലമുറയോട് അവരെ സ്മരിക്കാനും ഓർക്കാൻ, അവരെ പേരിൽ ആണ്ടു നടത്താനും അവരെ ഓർക്കാനും ആവശ്യമായ സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഹദ്ദിസ് ശൈഖ് ആ മഹാനവൽ ലോകത്തോട് വിട പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ശൈഖ് റിഫായി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞിട്ട് 1000 കൊല്ലമായിട്ടുണ്ട്. എന്നാലും നമ്മളാരും മഹാന്മാരെ മറക്കുന്നില്ല. അവരെ ഓർക്കുകയാണ്, അവരെ പേരിൽ അന്നം നൽകുകയാണ്, അവരെ പേരിൽ പള്ളി മദ്രസയും ഉണ്ടാക്കുകയാണ്, അവരെ സ്മരിക്കുകയാണ്. ബഹുമാനപ്പെട്ട CM വലിയുള്ള മടവൂർ തങ്ങൾ പാപ്പ ലോകത്തോട് വിട പറഞ്ഞിട്ട് 26 കൊല്ലമായി. ഈ 26 കൊല്ലത്തിനിടയിൽ മഹാനവൽ ഖബറിലേക്ക് എത്ര ഖത്തമാ പോയിക്കൊണ്ടിരുന്നത്, എത്ര തഹില്ലാണ്. സുബ്ഹാനല്ലാഹ്, കേരളത്തിലുള്ള എല്ലാ സുന്നികളും മഹാനവൽ ആദരിക്കുകയാണ്. കേരളത്തിലുള്ള സുന്നികൾ ലോകത്തിന്റെ എവിടെയാണുള്ളത് അവിടെയെല്ലാം മജ്ലിസ് ഉണ്ടാക്കി ബഹുമാനപ്പെട്ട CM വലിയുള്ള തങ്ങൾ പാപ്പാന്റെ ഹളറത്തിലേക്ക് യാസീൻ ഓടുകയാണ്, ഫാത്തിഹ ഓടുകയാണ്, മഹാന്റെ പേരിൽ അന്നം നൽകുകയാണ്, മഹാന്റെ പേരിൽ പള്ളി മദ്രസയും പടുത്തുയർത്തുകയാണ്. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, മുറിഞ്ഞു പോകാത്ത പ്രതിഫലം എന്നോണം അവിടുത്തെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം പോയിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട CMന് സ്വന്തമായിട്ടൊരു ആൺമക്കളോ പെൺമക്കളോ ഇല്ല. അവിടുന്ന് കല്യാണം കഴിച്ചിരുന്നു. പക്ഷേ അവിടുത്തെ കല്യാണ ജീവിതം അല്ലെങ്കിൽ കുടുംബ ജീവിതം അവിടുത്തെ ജീവിതവുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തത് കൊണ്ട് പണ്ഡിതന്മാർ ഇടപെട്ട് ആ കല്യാണം അവിടുന്ന് മുറിക്കുകയുണ്ടായി. പിന്നീട് കല്യാണം കഴിച്ചിട്ടില്ല. സ്വന്തമായി ആൺകുഞ്ഞോ പെൺകുഞ്ഞോ മക്കളായിട്ടാരുമില്ല. എന്നാലും മഹാന്റെ ഖബറിലേക്ക് അതാ ദിനേന എത്തുകയാണ് പ്രതിഫലങ്ങളെ കൂമ്പാരങ്ങള്. എന്നാൽ മക്കളുള്ള ഞാനും നിങ്ങളും 2, 3, 4, 5, 10, 12 മക്കളുള്ള ഞാനും നിങ്ങളും മരിച്ചാൽ നമ്മളെ മക്കൾ പോലും ഓർക്കാറില്ല. 1, 2 വർഷം കഴിഞ്ഞാൽ ക്രമേണ നമ്മളെ മറന്നുപോകല. ഈ തങ്ങൾ എവിടെയാണെന്ന് പോലും മൂത്ത മകൻ അറിയില്ല, ഇളയ മകൻ അറിയില്ല, വരും തലമുറക്കറിയില്ല. എന്നാൽ 300, 400, 500, 1000 കൊല്ലം പഴക്കമുള്ള ഔലിയാക്കന്മാര് മഹാന്മാരെ ഞാനും നിങ്ങളും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഉമ്മക്ക് യാസീനോട് ഇല്ലെങ്കിലും ശൈഖ് മഹ്ദി ഞങ്ങൾക്ക് യാസീനോടുകയാണ്. അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഒടുകിൽ അവരെ ഗുണവും ബറക്കത്തും ലഭിക്കുമേ എന്ന് മഹാന്മാർ നമ്മളെ തെര്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ശൈഖ് മഹ്ദി ഞങ്ങൾക്ക് ഫാത്തിഹയാണ്. മഹ്ദി ഞങ്ങളെ പേരിൽ വിക്റിന്റെ ഹൽക്കയാണ്, സ്വലാത്തിന്റെ മജ്ലിസ് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലുണ്ട്. അതുപോലെ തന്നെ വിവിധ ഔലിയാക്കന്മാർ അമ്പിയാക്കന്മാരുടെ പേരിൽ മൗലിദിന്റെ സദസ്സുകൾ പ്രൗഢമായി നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവരെല്ലാം കിട്ടുന്ന ടൈമിലെല്ലാം റബ്ബിനെ ഓർക്കാനാണ് സമയം കണ്ടത്. ഈ ലോകത്ത് വീടുണ്ടാക്കാനല്ല, ജീവിക്കാനല്ല. അവർ ഈ ലോകത്തെ കണ്ടത് ഒരു വെയിറ്റിംഗ് ഷെഡ് മാത്രമാണ്, ഒരു വെയിറ്റിംഗ് ഷെഡ് മാത്രമാണ്. മരിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ഷെഡില് അവർ സുന്ദരമായ ഒരു ജീവിതം അവർ കണ്ടില്ല. അവരെ കാണുന്ന ആൾ ആഖിറത്തിലുള്ള ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ആഖിറത്തിലേക്ക് ആവശ്യമായ ലഗേജ് ഒരുക്കുകയാണ്. നിസ്കാരമാകുന്ന ലഗേജുകള്, നോമ്പാകുന്ന ലഗേജുകള്, ആ ലഗേജുകൾക്ക് അവർ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരങ്ങള്, നോമ്പുകള്, സക്കാത്തുകള്, ദിക്റുകള് നിറച്ചുകൊണ്ട് ആൾ റബ്ബിന്റെ കോടതിയിലേക്ക് ചെല്ലാൻ വേണ്ടിയാണ്. അൽഹംദുലില്ലാഹ്, ഞാനും നിങ്ങളോ കിട്ടുന്ന ടൈമിൽ നിസ്കരിക്കാറുണ്ടായേക്കാം. പക്ഷേ ഈ നിസ്കാരം മുഴുവനും നാളെ റബ്ബിന്റെ കോടതിയിലെത്തിക്കഴിഞ്ഞാൽ അവസാനം മറ്റുള്ളവർക്ക് വിതരണം ചെയ്യേണ്ട ഗതികേടാണ്. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തവണ സഹാബാക്കളോട് ചോദിക്കുന്നു, സഹാബാക്കളെ മനിൽ മുഫ്ലിസ്,
ആരാണ് മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ? ആരാ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ? സഹാബാക്കൾ ഭാഷാർത്ഥം പറയുകയാണ്, നബിയെ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തവൻ, കാശില്ലാത്തവൻ, പൈസ ഇല്ലാത്തവൻ, ജീവിക്കാൻ വകുപ്പില്ലാത്തവൻ. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ഞാൻ ഉദ്ദേശിക്കുന്ന മുഫ്ലിസ് അതല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന മുഫ്ലിസ് ഈ ദുന്യാവിൽ 60, 70, 80 കൊല്ലക്കാലം ജീവിച്ച് ഒരു നിസ്കാരം പോലും കളാക്കിയിട്ടില്ല, ഒരു സുന്നത്ത് പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല, ധാരാളം ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ദിക്റും സലാത്തിന്റെ മജ്ലിസിൽ പങ്കെടുത്തിട്ടുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രതിഫലത്തിന്റെ കൂപ്പാരവുമായി നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ അവനെ വിചാരണ ചെയ്ത് അവന്റെ നന്മകളെല്ലാം ഓക്കെയാണ്, തിന്മകളെല്ലാം പൊറുക്കപ്പെട്ടതാണ്, തൗബയുടെ അഹലുകാരനാണ്, അവന് സ്വർഗത്തിലേക്ക് പോകാൻ ടിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് ഒരാൾ വന്ന് പറയുന്നു, പടച്ചവനെ ശക്തമഹാന, ഇവൻ എന്നെ കുറ്റം പറഞ്ഞവനാണ്, ഇവൻ എന്നെ ചീത്ത പറഞ്ഞവനാണ്, ഇവൻ എന്റെ ഭൂമി വെട്ടിപ്പിടിച്ചവനാണ്, ഇവൻ എന്നെ ഗീബത്ത് പറഞ്ഞവനാണ്, ഇവൻ എന്നെ സമ്മതി ഇല്ലാത്തത് പറഞ്ഞവനാണ്, ഇവൻ എന്നെ കോലം കത്തിച്ചവനാണ്, ഇവൻ എന്നെ അടിച്ചവനാണ്, തല്ലിയവനാണ്, ഇവൻ ഗ്രൂപ്പ് തിരിച്ചുകൊണ്ട് എന്നെ കുറ്റം പറഞ്ഞവനാണ് എന്നിങ്ങനെ ഓരോ വ്യക്തികൾ വന്ന് പറയുമ്പോ ആ പറയുന്നവർക്ക് നമ്മൾ ചെയ്തതായിരിക്കുന്ന ഫർളും സുന്നത്തുമായ ഇബാദത്തുകൾ വീതിച്ചു കൊടുത്ത് അവസാനം നമ്മൾ ചെയ്ത അമലുകളൊക്കെ തീർന്നു പോയാലും പരാതിക്കാര് ബാക്കിയാകുമ്പോ ആ പരാതിക്കാര് ദോഷം ഇവന്റെ തലയിലേക്ക് വച്ചുകെട്ടി സ്വർഗത്തിന്റെ അഹലുകാരായ ഇവൻ അതാ നിർഭാഗ്യവനായി നരകത്തിലേക്ക് പോകുന്ന സന്ദർഭം. അതാണ് മോനെ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ. കയ്യിലൊന്നുമില്ല, കൊണ്ടുവന്നത് മുഴുവനും വിതരണം ചെയ്ത് തീർന്നുപോയി, ഒരു സുന്നത്തുമില്ല, ഒരു ഫർളുമില്ല, ചൊല്ലിയ ഒരു ദിക്റുമില്ല, സലാത്തുമില്ല, എല്ലാം ഏതോ പണ്ഡിതന്മാർ കൊടുത്തു, ഏതോ തങ്ങന്മാർക്ക് കൊടുത്തു, ഏതോ അയൽവാസികൾ കൊടുത്തു, എല്ലാവരെയും ഗീബത്തും നമീമത്തും പറഞ്ഞ് അതുപോലെ തന്നെ പണ്ഡിതന്മാർ തമ്മിലിടിപ്പിച്ച് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട നാട് മുഴുവനും ഫിത്തനയും ഫസാദും കുട്ടിച്ചോറും ഉണ്ടാക്കി, മഹല്ല് മുഴുവനും ഫിത്തനയും ഉണ്ടാക്കി, അതിനുവേണ്ടി ചുക്കാൻ പിടിച്ചവനാണ്. ഇവന്റെ ഇബാദത്തുകളൊന്നും ഉപകരിക്കാതെ അത് മുഴുവനും അല്ലാഹ് വിതരണം ചെയ്യുമ്പോ ഒന്നുമില്ല കയ്യില്, സ്വർഗത്തിലേക്ക് എത്താൻ ഒരു നന്മയുമില്ലാതെ അവസാനം നരകത്തിലേക്ക് പോകേണ്ട ഗതികേട്. അവനാണ് മുഫ്ലിസ് എന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞുവെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ നിഷ്ഫലമാകാൻ പാടില്ല. ചെയ്യുന്നതൊക്കെ നല്ല മട്ടം പോലെ ചെയ്യാൻ നമുക്ക് സാധിക്കണം. നല്ല ഇഖ്ലാസുള്ള മുഖ്ലിസുകളായി ഇബാദത്തുകൾ ചെയ്യണം. ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ പല്ല് തേക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാവണം, നമ്മൾ കല്യാണം കഴിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാവണം, സന്താന ഉൽപാദനം അല്ലാഹുവിന് വേണ്ടിയാവണം, അയൽവക്ക ബന്ധം അല്ലാഹുവിന് വേണ്ടിയാവണം, കുടുംബ ബന്ധം അല്ലാഹുവിന് വേണ്ടിയാവണം. ആരെങ്കിലും സഹായിക്കുന്നത് അത് രോഗിയാകട്ടെ, വിധവയാകട്ടെ, യതീമാകട്ടെ, ഏത് വ്യക്തിയാവട്ടെ, അവരൊക്കെ സഹായിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാവണം. ഏതെങ്കിലും ഒരു വഹാബി എതിർക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാവണം, ജമാഅത്ത് ഇസ്ലാമി എതിർക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാവണം, ഖാദിയാനികൾ എതിർക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാവണം. അയൽവക്ക തർക്കത്തിന്റെ പേരിലായിക്കൂടാ, കുടുംബ വഴക്കിന്റെ പേരിലായിക്കൂടാ, ഗ്രൂപ്പിസത്തിന്റെ പേരിലായിക്കൂടാ. ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാം റബ്ബിന് വേണ്ടിയാവണം. നിസ്കാരമായാലും നോമ്പായാലും സക്കാത്തായാലും ഹജ്ജായാലും പല്ല് തേക്കുന്നതായാലും മക്കൾക്കും ഭാര്യയ്ക്കും ചെലവിന് കൊടുക്കാൻ അങ്ങാടിയിലേക്ക് പോകുന്നതായാലും പച്ചക്കറി വാങ്ങുന്നതായാലും മത്സ്യം വാങ്ങുന്നതായാലും എല്ലാം റബ്ബിന് വേണ്ടിയാവണം. പള്ളിയെ സഹായിച്ചാലും മദ്രസയെ സഹായിച്ചാലും എല്ലാം ഇഖ്ലാസുള്ള പ്രവർത്തനമാണെങ്കിൽ മാത്രം അത് സ്വീകരിക്കപ്പെടുന്നതാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹു പഠിപ്പിക്കുന്നത്, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. കുല്ലു മൻ അലൈഹാ ഫാൻ. എല്ലാം നിഷ്ഫലമായി പോകും, പ്രതിഫലമില്ലാത്തതായി പോകും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്തത് മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. അല്ലാത്തതൊക്കെയും പ്രതിഫലമില്ലാതെ നരകത്തിലേക്ക് പോകേണ്ട ഗതികളല്ലാതെ സ്വർഗം കിട്ടുന്ന ഒരു പ്രതിഫലാർഹമായ ഒന്നും ഉണ്ടാവുകയില്ല. എല്ലാം നിഷ്ഫലമായി പോകും. ഇല്ല അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി ചെയ്തത് മാത്രമാണ്. അല്ലേ, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു അല്ലാത്തതൊക്കെ നശിച്ചു പോകും, അല്ലാഹ് മാത്രം ബാക്കിയാകുമെന്നുള്ള അർത്ഥം ശരിയാണ്. ആ അർത്ഥം ശരിയാകലോടുകൂടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്ന മറ്റൊരർത്ഥമാണ്, എല്ലാം നിഷ്ഫലമായി പോകും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവിന് വേണ്ടി ചെയ്തത് മാത്രം ബാക്കിയാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ അനക്കവും നമ്മളെ അടക്കവും ചലനവും നിശ്ചലനവുമെല്ലാം ഖാലിഖായ റബ്ബിന് വേണ്ടിയായിരിക്കണം. ഞാനിവിടെ കയറി വരുമ്പോ സിറാജുദ്ദീൻ സഖാഫി സിറാജുദ്ദീൻ ഫൈസി ഉസ്താദ് പറയുന്നതും ആ ബാബ് തന്നെയാണ്. എല്ലാം റബ്ബിന് വേണ്ടിയാവുക. ഈ
വയൽ പറയുന്നതും ഈ കേൾക്കുന്നതും നിങ്ങൾ വന്നിരുന്ന് മഞ്ഞുകൊള്ളുന്നതും അല്ലെങ്കിൽ ഇവിടെ വന്ന് ചൂട് കൊണ്ട് സഹിക്കവയ്യാതെ എന്നാലും സഹിച്ച് പുറത്ത് നമ്മളിവിടെ ഇരിക്കുന്നതുമെല്ലാം റബ്ബിന് വേണ്ടിയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് വേണ്ടി രേഖപ്പെടുത്തുകയാണ്, ആഖിറത്തിൽ വിജയിക്കാനുള്ളതാണ്. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ മുൻഗാമികളെല്ലാം മരണപ്പെട്ടു പോയി. വല്യപ്പയില്ല, വല്യമ്മയില്ല, ഉസ്താദുമാരില്ല, അവരുസ്താദുമാരില്ല. ഈ ലോകത്ത് ഒരുപാട് ആൾക്കാർ ജീവിച്ചു പോയതാണ്. 1.25 ലക്ഷത്തോളം അമ്പിയാക്കന്മാർ ഈ ലോകത്ത് ജീവിച്ചു പോയിട്ടുണ്ട്. ഔലിയാക്കന്മാർ, കോടിക്കണക്ക് ഔലിയാക്കന്മാർ ഈ ലോകത്ത് ജീവിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് രാജാക്കന്മാർ രാജ്യം ഭരിച്ച് അവരെ ഒന്നും ഇന്ന് കാണാനില്ല. എല്ലാവരും ലോകത്തോട് വിട പറഞ്ഞു. ഉദ്കുറു ഹാദിമൽ ലദ്ദാത്ത്. അതുകൊണ്ട് തന്നെ ഹാദിമുൽ ലദ്ദാത്ത് എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന ഒരു മലക്കാണ് അസ്രായിൽ. അസ്രായിലിനെ ഏത് സമയത്ത് സ്മരിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴാ മരിക്കുക എന്ന് പറഞ്ഞുകൂടാ. ഈ പ്രസംഗിക്കുന്ന ഞാൻ ഈ പ്രസംഗത്തിനിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചേക്കാം, അറ്റാക്കായി മരിച്ചേക്കാം. അങ്ങനെ കാരണങ്ങൾ പലതും പറഞ്ഞാലും ഈ ലോകത്തോട് വിട പറയാൻ പ്രത്യേകമായ സമയം നമുക്കറിയില്ല. അള്ളാഹ് നിശ്ചയിക്കുന്ന സമയം വരുമ്പോ ഞാനും നിങ്ങൾ മരിക്കേണ്ടവരാണ്. ആ മരണം അള്ളാഹുവിന്റെ പൊരുത്തത്തിലാകണം. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ശബ്ദിച്ച ശബ്ദം അള്ളാഹുവിന് വേണ്ടിയാവണം. ഗീബത്ത് പറഞ്ഞതാവരുത്, നമീമത്ത് പറഞ്ഞതാവരുത്, കളവ് പറഞ്ഞതാവരുത്, ഒരു പണ്ഡിതനെയോ തങ്ങളെയോ ചീത്ത പറഞ്ഞതാവരുത്. എന്റെ മരണത്തിൽ അന്ത്യമത്തില് എനിക്ക് വന്നതായ സംസാരം നല്ല സംസാരമായിരിക്കണം, നല്ല വേദിയായിരിക്കണം, നല്ല അവസരമായിരിക്കണം, നല്ലവരെ മുമ്പിലായിരിക്കണം. അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് വന്നാൽ ആ മരണം നല്ല മരണമായി ഗണിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല മനുഷ്യനായി മരിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റണം. എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മലക്ക് നമ്മളെ കൂടെയുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. നമ്മളെ വീട് നല്ല സുഖമാണ്, AC റൂമാണ്. ആ റൂമിലുള്ള ആ AC-യും അതുപോലെ തന്നെ റൂമിലുള്ള സുഖ സൗകര്യങ്ങളും എല്ലാം മുറിച്ചുകൊണ്ട് നാളെ വൈകുന്നേരത്തോടുകൂടെ പള്ളിപ്പറമ്പിലുള്ള ഇടുങ്ങിയതായ റൂമിൽ, ഇരുട്ടുള്ളതായ റൂമിൽ, ഖബർ എന്ന് പറയപ്പെടുന്ന റൂമിൽ, ഒറ്റയായ റൂമിൽ പുഴുക്കളുടെ താവളമാണ്, പാമ്പിന്റെ താവളമാണ്, തേളിന്റെ താവളമാണ്. ആരാരും കൂടെയില്ല. കെട്ടിപ്പുണർന്നവൾ ചുംബനം തന്നില്ലേ, അവൾ അന്യമത്തയിൽ പെട്ടതത്ഭുതമല്ലേ. ഭാര്യ അടുത്തില്ല, അവളെയും ഉപേക്ഷിച്ചുകൊണ്ട്, ഉമ്മയും ഒഴിവാക്കിക്കൊണ്ട്, എല്ലാ സുഖങ്ങളെയും വേർതിരിച്ചു ഒഴിവാക്കിക്കൊണ്ട്, മാത്രമല്ല മക്കൾ മുഴുവനും എത്തിയുമായി, എല്ലാ സുഖങ്ങളും വിക്ഷേപിക്കപ്പെട്ടു. അവസാനം നമ്മളെ കൊണ്ടുപോയി 6 അടി മണ്ണിന്റെ ഉള്ളിലേക്ക് വച്ചാൽ കൂടെ ആരുമില്ല. നമ്മളെ കൂടെയുള്ള നിസ്കാരം മാത്രമാണ്, നോമ്പ് മാത്രമാണ്, സക്കാത്ത് മാത്രമാണ്, ഹജ്ജ് മാത്രമാണ്. അള്ളാഹുവിന് വേണ്ടി ചെയ്ത എന്തെല്ലാം നന്മകളുണ്ടോ ഒരു സുബ്ഹാനല്ലാഹ് റബ്ബിന് വേണ്ടിയാണെങ്കിൽ അത് മാത്രമാണ് നമ്മളെ കൂടെയുള്ളത്. ഒരു സുഖങ്ങളില്ല, ഒരു തോട്ടമില്ല, ഒരു ഫോറസ്റ്റ് ഇല്ല, വലിയ വലിയ ബിൽഡിംഗ് ഇല്ല, നമ്മളിവിടെ സമ്പാദിച്ച കറൻസികളൊന്നുമില്ല, ഒരു സ്വർണവുമില്ല, യാതൊന്നും നമ്മളെ കൂടെയില്ല. ആകെ സ്വത്തിൽ നിന്ന് നമുക്ക് തരുന്നത് 3 കഷ്ടം തുണി മാത്രമാണ്, കഫം പൂട. അതന്നെ വിപണിയിൽ ഏറ്റവും വില കുറഞ്ഞ തുണിയായിരിക്കും നമുക്ക് നൽകപ്പെടുക. അതും യഥാർത്ഥത്തിൽ നമുക്കുള്ളതല്ല, താൽക്കാലികമായി പൊതിഞ്ഞതാണ്. ഏതാനും ദിവസങ്ങളെ കൊണ്ട് ആ തുണികൾ മുഴുവൻ ചതലാകുന്ന ആ ജീവി വന്ന് തിന്നുകളയും. നമുക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്തുള്ള ജീവിതം നശ്വരമാണ്. ഈ ലോകത്ത് ജീവിച്ച് സുഖിച്ചാൽ എത്ര കാലം നീണ്ടുപോയാലും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവരാണ്. ആ ബോധത്തോടുകൂടെ ജീവിക്കുക, എപ്പോഴും നല്ലത് പറയുക, നല്ലതിന്റെ കൂടെ സഹകരിക്കുക, ഒരാളെയും കുറ്റം പറയരുത്. നമുക്ക് നമ്മളെ തന്നെയുണ്ട് ഒരുപാട് കുറ്റം പറയാൻ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, ഞാൻ ഗീബത്ത് പറയുകയാണെങ്കിൽ എന്റെ ഉമ്മയെ മാത്രമേ ഞാൻ പറയുകയുള്ളൂ. ആളുകൾ ചോദിച്ചത് എന്താണ്? മഹാൻ പറഞ്ഞ മറുപടി എന്താ? ഞാൻ ഗീബത്ത് പറഞ്ഞാൽ ഞാൻ ചെയ്ത അമല് മറ്റാൻ ആരെയാണ് ഗീബത്ത് പറഞ്ഞത് ആ വ്യക്തിയിലേക്ക് പോകുമെന്നാണ്. അതുകൊണ്ട് എന്റെ അമൽ എന്റെ ഉമ്മയിലേക്ക് പോയാലും ഞാൻ വേറെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. അഥവാ ഗീബത്ത് ഇത്രയും അപകടമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മഹാനുകൾ പറഞ്ഞൊരു പോയിന്റാണ്. ഞാൻ ഗീബത്ത് പറയുകയാണെങ്കിൽ എന്റെ ഉമ്മയെ മാത്രമേ പറയുകയുള്ളൂ. ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗീബത്ത് പറയുന്ന ഒരു ലൈസൻസും ഇല്ല, ബെല്ലും ബ്രേക്കുമില്ല. ഏത് പണ്ഡിതനെ സംബന്ധിച്ചും ഏത് തങ്ങളെ സംബന്ധിച്ചും പ്രത്യേകമായി ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നമ്മളെ മുമ്പിൽ ഉണ്ടാകുമ്പോ എന്ത് തോന്നി
വിടാൻ എനിക്കും നിങ്ങൾക്കും പ്രശ്നമില്ല. അതെത്ര ഡിലീറ്റ് ചെയ്താലും എത്ര ഒഴിവാക്കിയാലും റബ്ബിന്റെ കോടതിയിൽ അത് മുഴുവനും തെളിഞ്ഞു വരുമെന്നുള്ള ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. നല്ലത് ചെയ്യാൻ, നല്ലത് പ്രവർത്തിക്കാൻ, നല്ലവരെ ഫോളോ ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇലാ ഹദ്റത്തിൻ നബി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അർവാഹി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. യാ ഗഫാർ യാ അല്ലാഹ് വഗ്ഫിർ ലനാ യാ അല്ലാഹ്. 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്തിഗ്ഫാറും തഹ്ലീലും ഒക്കെ ചൊല്ലണം. നമുക്ക് മഴയില്ല, ആകാശലോകത്തൊന്നും മഴയില്ല, ഭൂമിയുടെ അടിയിലുള്ള വെള്ളമൊക്കെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. പുഴകളും തോടുകളുമെല്ലാം വറ്റിയിട്ട് അടിയിലെ മണ്ണും ചേറും കാണാൻ തുടങ്ങിയിട്ടു. മഴയില്ലാതെ എങ്ങനെങ്ങാനും കുറെ മാസങ്ങൾ പോയാൽ എന്റെയും നിങ്ങളെയും അവസ്ഥ എന്തായിരിക്കും? 1000-500 പിൻവലിക്കപ്പെട്ടു എന്നതിനേക്കാളും വലിയ പ്രശ്നമാണ് മഴയില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മഴ ലഭിക്കണമെങ്കിൽ ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. ഇസ്തിഗ്ഫാർ ചെയ്താൽ മഴ ലഭിക്കുമെന്ന്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. തൗബ ചെയ്യുക, അല്ലാഹുവിലേക്ക് ഏടിച്ചു മടങ്ങുക, അല്ലാഹുവിനെ ഓർക്കുക. നമ്മുടെ 1000-500 പ്രശ്ന പരിഹാരം ഉണ്ടാക്കി തരണം. മഴയില്ല, മഴ വേണം. ഭൂഗർഭ വെള്ളം വറ്റിപ്പോയാൽ, നമ്മളെ കിണറ്റിലും കുളത്തിലും വെള്ളമില്ലാതെ വന്നാൽ, പുഴയെല്ലാം വറ്റിപ്പോയാൽ നമ്മുടെ അവസ്ഥ എന്താണ്? റബ്ബിലേക്ക് ഏടിച്ചു മടങ്ങുക, നന്നാവുക. അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ചൊല്ല്. ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 അശ്ഹദു അന്നക അൻതല്ലാഹ് അശ്ഹദു അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 നഹ്നു ഇബാദുക യാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നഹ്നു ഇബാദുക യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നഹ്നു ഇബാദുക യാ അല്ലാഹ് ലാ
إلا الله نحن عبادك يا الله لا إله إلا الله نحن عبادك يا الله لا إله إلا الله نحن عبادك يا الله لا إله إلا الله جل جلالك 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 يا الله لا إله إلا الله أحد صمد عند 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 الله لا إله إلا الله صل على النبي يا الله لا إله إلا الله صل على النبي يا الله لا إله إلا الله صل على النبي يا الله لا إله إلا الله صل على النبي يا الله لا إله إلا الله صل على النبي يا الله يا حي يا قيوم أنت دائم 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 يا الله يا الله يا رحمن يا رحيم أنت 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 الله اللهم صل على محمد والآل أهل البيت سلم اللهم صل على محمد أهل البيت سلم اللهم صل على محمد والآل 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 أهل سلم اللهم صل على محمد والآل والأصحاب 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 سلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് മാറിയിരുന്ന് വഴി അതിലൂടെ ഇട്ടാൽ ഇവരോട് ചേർന്നിരിക്കും കസേരട്ട് പോരി ഇങ്ങോട്ട് ചേർന്ന് ആ പുറകുള്ള ആൾക്കാരെ മുമ്പിലോട്ട് കയറിയിരിക്കും വഴി ആ അരുവിലൂടെ ഇട്ടാൽ ആ കസേര ഇങ്ങോട്ട് മാറ്റിക്കുവാൻ
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم പുരുഷന്മാർ ഒന്ന് എന്നിട്ട് الصلاة والسلام على بدر التمام 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 الصلاة والسلام على سيد الأنام 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 الصلاة والسلام على سنام الصلاة والسلام على سيد الأنام 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 يا سيدي يا رسول الله چلے خذ بيدي قلت هيلتي أدركني يا رسول الله ها أنا إذا نبي ഞാൻ തങ്ങളെ മുമ്പിൽ തങ്ങളെ വാതുൽക്കൽ മിസ്കീനായി ഫഖീറായി ആവശ്യക്കാരനായി ഇതാ ഞാൻ ഫഖീറും ബിബാബിക യാ റസൂലല്ലാഹ് ഫഖീറും ബിബാബിക യാ റസൂലല്ലാഹ് മിസ്കീനും ബിബാബിക يا رسول الله أنا مسكين ببابك يا رسول الله أنا محتاج ببابك يا رسول الله أنا مذنب ببابك يا رسول الله اشفع لنا يا شفيع الأمة انظر حالنا يا كاشف الغمة ارحم لنا يا نبي الرحمة افتح لنا يا جمال ملك الله انصرنا يا نور عرش الله ونجنا من نار جهنم فداك بي وأمي يا رسول الله يا حبيب الله يا حبيب يا رسول الله يا خير من دفنت بلقاء أعلمه فطاب من طيبهن القاء والأكم مولاي صل وسلم دائما أبدا على حبيبك خير الخلق نفسي فداء لقابر أنت سكينه فيه العفاف وفيه الجود والكرم مولاي صل وسلم دائما
على حبيبك خير الخلق كلهم أنت الشفيع الذي ترجى شفاعته على صراط إذا ما زلت القدم مولاي صل وسلم دائما على حبيبك خير الخلق كلهم وصاحبك فلا أنساهما أبدا مني السلام عليكم جرى القلم مولاي على حبيبك خير الخلق كلهم وصاحبك فلا أنساهما أبدا مني السلام عليكم جرى القلم مولاي صل وسلم دائما يا ربي بالمصطفى بلغ مقاصدنا واغفر لنا الله يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الله നമ്മളെ സ്വീകരിക്കണം അല്ലാഹു നമുക്ക് ഇജാബത്ത് തരട്ടെ ഇൻഷാ അല്ലാഹ് ഇനി കൂട്ടമായി നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ് ഈ വന്നിരിക്കുന്ന ആളുകളെല്ലാം നമ്മൾ ഓരോരുത്തരും ഒരുപാട് കാര്യങ്ങൾ ഈ സദസ്സിൽ വെച്ച് സാധിക്കണം എന്റെ പ്രശ്ന പരിഹാരം നടക്കണം കടം വീടണം രോഗം മാറണം മക്കളുണ്ടാവണം ഉള്ള മക്കൾ നന്നാവണം രോഗങ്ങൾ ആശുപത്രിയിൽ കിടക്കുന്നവർ രക്ഷപ്പെടണം ഓപ്പറേഷൻ വിധിക്കപ്പെട്ടവർ അവർക്കൊക്കെയും ശിഫ കിട്ടാൻ ഗൾഫിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസ ശരിയാകാൻ പ്രവാസികളെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ സാമ്പത്തിക മേഖല 1000-500 അസാധുവാക്കലോടുകൂടെ തകർന്നുപോയി അതിനൊക്കെ പരിഹാരം ലഭിക്കാൻ മഴ വേണം വീട് വേണം ഇസ്സത്ത് വേണം എല്ലാം ആഗ്രഹിച്ചു വന്നവരാണ് കടങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ഉണ്ട് ഈ സദസ്സിൽ ആ ഭാരങ്ങളുമായി വന്നവരാണ് ആണ് പെണ്ണുങ്ങളെല്ലാം നമുക്കെല്ലാം ഒന്നിച്ച് നമ്മുടെ റബ്ബിനോട് നമുക്ക് ചോദിക്കണം അല്ലാഹ് തരുമെന്ന നിയ്യത്തോടുകൂടെ തന്നെ ആമീൻ പറയണം ദുആ അതാണ് പരിഹാരം നേരത്തെ സിറാജുദ്ദീൻ ഫൈസി ഉസ്താദ് പറഞ്ഞില്ലേ പ്രാർത്ഥന ലാ യറുദ്ദുൽ ഖലാഅ ഇല്ല ദുആ പ്രാർത്ഥന കൊണ്ട് പരിഹരിക്കപ്പെടാത്ത ഒന്നുമില്ല പ്രാർത്ഥിക്കുക ആമീൻ പറയുക ഒറ്റക്ക് സാധിക്കുമെങ്കിൽ ദുആ ചെയ്യുക കൂട്ടമായി അവസരം കിട്ടുമ്പോൾ ഉപയോഗപ്പെടുത്തുക ആമീൻ പറയണം കൂട്ടമായി ദ്വാരക്കണം ഒറ്റക്ക് ദുആ ചെയ്യണം ആമീൻ അധികരിപ്പിക്കണം അല്ലാഹു തരും അല്ലാഹുവിന്റെ അടിമകളാണ് ഞാനും നിങ്ങളും നമ്മുടെ യജമാനൻ അല്ലാഹുവാണ് നമ്മുടെ സയ്യിദ് അല്ലാഹുവാണ് നമ്മുടെ മൗല അല്ലാഹുവാണ് നമ്മുടെ റബ്ബ് അല്ലാഹുവാണ് നമ്മളെ ഖാലിഖും റാസിഖും എല്ലാം അല്ലാഹുവാണ് അവൻ തരുമെന്ന നിയ്യത്തോടുകൂടെ തന്നെ അവൻ അനുഗ്രഹത്തെ തൊട്ട് ആശ മുറിയാതെ എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കണം ദുആ ചെയ്യാൻ മറക്കരുത് ദുആ ചെയ്യാൻ മറക്കരുത് ഉണ്ടായാലും ദുആ ചെയ്യണം ഇല്ലെങ്കിലും ദുആ ചെയ്യണം രോഗം വന്നാലും ദുആ ചെയ്യണം വന്നില്ലെങ്കിലും ദുആ ചെയ്യണം പട്ടിണി കടന്നാലും ദുആ ചെയ്യണം പട്ടിണി ഇല്ലെങ്കിലും ദുആ ചെയ്യണം വീട് കിട്ടിയാലും ദുആ ചെയ്യണം വീടില്ലെങ്കിലും ദുആ ചെയ്യണം യതീമായാലും ദുആ ചെയ്യണം ബാപ്പ ഉണ്ടായാലും ദുആ ചെയ്യണം ഭാര്യ നഷ്ടപ്പെട്ടാലും ദുആ ചെയ്യണം ഭാര്യ കൂടെ ഉണ്ടായാലും ദുആ ചെയ്യണം മക്കളെ കിട്ടിയാലും ദുആ ചെയ്യണം ഇല്ലെങ്കിലും ദുആ ചെയ്യണം എപ്പോഴും അല്ലാഹുമായുള്ള കണക്ഷൻ വിട്ടുപോകാതെ ദുആ കൊണ്ട് ദിക്ർ കൊണ്ട് എന്നും റബ്ബുമായി ബന്ധപ്പെടുക അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അല്ലാഹുവിലേക്ക് എത്താൻ ഒരുപാട് വസീലകളുണ്ട് അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ സൽക്കർമ്മങ്ങൾ ദിക്റുകൾ സലാത്തുകൾ എല്ലാം നമ്മുടെ വസീലകളാണ് അതിനൊക്കെ തവസ്സുലാക്കി നമ്മുടെ റബ്ബിനോട് നമ്മുടെ കാര്യങ്ങൾ എണ്ണിപ്പറയുകയാണ് ഓർമ്മയുള്ളത് തരുമെന്ന നിയ്യത്തോടുകൂടെ എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയണം ഈ വലിയ കൂട്ടം ആമീൻ
ആ ഉമ്മമാര് സഹോദരിമാരെ കൂട്ടത്തോടുകൂടെയുള്ള ആമീൻ എല്ലാം അല്ല തള്ളുകയില്ല. സ്വീകരിക്കപ്പെടാവുന്ന ഒരുപാട് ഉമ്മമാർ, ഒരുപാട് ഉപ്പമാർ, ഒരുപാട് പിഞ്ചുമക്കള് നമ്മുടെ സദസ്സിലുണ്ട്. അൽഹംദുലില്ലാഹ്. മറ്റുള്ളവരെ ആമീൻ നമുക്ക് ഉപകാരമാണ്, നമ്മുടെ ആമീൻ മറ്റുള്ളവർക്ക് ഉപകാരമാണ്, മറ്റുള്ളവരെ പ്രാർത്ഥന നമുക്ക് ഉപകാരമാണ്, നമ്മുടെ പ്രാർത്ഥന അവർക്ക് ഉപകാരമാണ്, നമ്മുടെ സദഖ മറ്റുള്ളവർക്ക് ഉപകാരമാണ്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നന്മ കൊണ്ടുള്ള സഹായങ്ങൾ എല്ലാവരും പരസ്പരമുള്ളതായ വിജയത്തിന് കാരണമാണ്, നിദാനമാണ്. അല്ലാഹു അനുഗ്രഹിക്കുമെന്ന നിയ്യത്തോടുകൂടെ ആശങ്ക, നമ്മള് സംശയങ്ങൾ കൽബിൽ വെച്ചുകൊണ്ടൊന്നും ആമീൻ പറയാതെ ഉറപ്പോടുകൂടെ ആമീൻ പറയണം. ഇൻഷാ അല്ലാഹ് അതിന് മുന്നോടിയായി ഇവിടെ ഒരു മദ്രസയുണ്ട്. ആ മദ്രസ കുറെ പഴക്കമുള്ള മദ്രസയാണ്. അതൊന്ന് പൊളിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മദ്രസ മാത്രമല്ല, അതൊന്നുകൂടെ വിശാലമായി പടുത്തുയർത്താൻ ആഗ്രഹിക്കുകയാണ് കമ്മിറ്റിക്കാർ. അതൊരു ഏതെങ്കിലും ഒരു കല്യാണ മണ്ഡപം പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കാൻ പറ്റുന്ന സൗകര്യപ്രദമായ രൂപത്തിൽ അല്പം കുറച്ചൊക്കെ പണം ചെലവഴിക്കേണ്ടി വന്നാലും അത് ഭാവിയിൽ നമ്മുടെ മഹലിന് ഉപകരിക്കും. മദ്രസ കൂറ്റം മദ്രസകളുണ്ട്, 2-3 നിലയുള്ള മദ്രസകൾ. രാവിലെ 1 മണിക്കൂറിന് വേണ്ടി മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ ആ ബിൽഡിംഗ് വെറുതെ കിടക്കുകയാണ്. പകൽ മുഴുവനും രാത്രി മുഴുവനും ഒരു ഉപകാരവുമില്ല. എത്ര പണം ചെലവാക്കി ഉണ്ടാക്കിയ മദ്രസയാണ്. 2-3 നിലയുള്ള കാണാൻ നല്ല ചൊറുക്കുള്ള ഭംഗിയുള്ള ഒരുപാട് മദ്രസകൾ. രാവിലെ 1 മണിക്കൂർ നേരം, ചിലപ്പോൾ 3/4 മണിക്കൂർ മാത്രം ഒതുങ്ങുന്ന ഒരു പഠനത്തിന് വേണ്ടി മാത്രമാണ് ആ കൂറ്റം ബിൽഡിംഗ് ഉള്ളത്. അത് ഉപകാരപ്രദമാവുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് അത്രയും അതുണ്ടാക്കിയവർക്ക് അതിന്റെ ഫലം അല്ലാഹു കൊടുക്കും. അതുകൊണ്ട് തന്നെ ഒരു മദ്രസയിൽ മാത്രം ഒതുങ്ങാതെ മദ്രസക്ക് സൗകര്യം വേണം. പിന്നെ നഴ്സറിയാക്കുകയാണെങ്കിൽ മറ്റു വല്ലതുമാക്കേണ്ടതൊക്കെ ഉപകാരപ്രദമാകണം. ഒരു കല്യാണ മണ്ഡപമായി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെല്ലാം വരുമാന മാർഗം ഹലാലായ മാർഗമുണ്ടോ അതിനെല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ ഒരു ഹാളായിട്ട് സ്റ്റേജ് ഉൾപ്പെടുന്ന ഒരു രീതിയായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മദ്രസയായിട്ട് ഫലവും ഉണ്ടാകും, അതോടൊപ്പം നമുക്ക് വരുമാന മാർഗങ്ങളും ഉണ്ടാകും. ഇന്ന് പല ആൾക്കാരും ചിന്തിക്കുന്നു, പല മഹല്ലും ചിന്തിക്കുന്നു, ഈ മഹല്ലുകാരും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും ആ ഒത്താശകൾ അതിനാവശ്യമാണ്. അതിനുവേണ്ടി പിരിവിന് വിദേശത്ത് പോകാൻ ഇത് സാധിക്കില്ല. എല്ലാ വിദേശവും അടഞ്ഞുപോയി, എല്ലാ സ്വദേശവും അടഞ്ഞുപോയി. മാത്രമല്ല നമ്മുടെ തലപ്പത്തുള്ള ഗവൺമെന്റ് എല്ലാം മനുഷ്യന്മാരെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. കുറെ മുതലാളിമാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി, അല്ലേ, കുറെ കമ്പനിക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരും കാലങ്ങളിൽ അവർക്കുള്ളതായ വോട്ട് ബാങ്കിന് വേണ്ടി, അതുപോലെ തന്നെ ജനങ്ങളെ ചാക്കിടാൻ വേണ്ടി ആവശ്യമായ വരുമാന മാർഗം കിട്ടണമെങ്കിൽ മുതലാളിമാരെ സോപ്പിടണം. മുതലാളിമാരൊരു ഭാഗത്ത് സോപ്പിടുമ്പോ വല്ലാത്ത പാവങ്ങൾ വല്ലാതെ വിഷമിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പൈസയുണ്ട്, എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ആ രൂപത്തിലെല്ലാം വല്ലാതെ വിഷമിപ്പിക്കുന്ന ഈ സമയത്ത് നമ്മളൊക്കെയും അല്ലാഹുവിനോട് ദുആ ചെയ്യുക, എല്ലാത്തിനും പരിഹാരം ലഭിക്കാൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇവിടുത്തെ മദ്രസയുടെ പണിയൊന്ന് നടക്കണം. അത് പൊളിച്ചു മാറ്റി മദ്രസയുടെ പണി നടക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? കൂട്ടത്തോടുകൂടെ നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഈ മഹല്ലത്തുള്ള എല്ലാ വീട്ടുകാർ, എല്ലാ മെമ്പർമാർ, നിങ്ങളെ സഹായ സഹകരണങ്ങളാണ്. എല്ലാ മദ്രസയും എല്ലാ മജ്ലിസും തർക്കമില്ല. അതെല്ലാം സദഖയാണെന്ന് നിയ്യത്തുണ്ടാവണം. സദഖ ചെയ്താൽ സമ്പത്ത്, സദഖ ചെയ്താൽ സമ്പത്ത് കുറയില്ല. ഇമാം മുസ്ലിം നിങ്ങളെ റിപ്പോർട്ടാണ്. ഇൻഷാ അല്ലാഹ് എത്രയാ കൊടുക്കേണ്ടത്? എത്ര കൊടുത്താലും അത് അധികമാവുകയില്ല. എല്ലാം നമ്മുടെ ആഖിറത്തിലേക്കുള്ള അക്കൗണ്ടാണ്. ഞാൻ ഒരു ചെറിയൊരു സംഖ്യ പറയാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ എണ്ണം പറയും. ആ എണ്ണത്തിലൊക്കെ വലിയ രഹസ്യം അടങ്ങിയത് കൊണ്ടാണല്ലോ നബി തങ്ങൾ ആ എണ്ണം പറയുന്നത്. നിസ്കാരം സലാം വിട്ടിയ 33 സുബ്ഹാനല്ലാഹ്, അതുപോലെ കിടക്കാൻ നേരത്ത് 33 സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അതുപോലെ തന്നെ 3 അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇങ്ങനെ 3 അതുപോലെ തന്നെ 12 എന്നും 19 എന്നും 7 എന്നും അങ്ങനെ പല പല അക്കങ്ങളും പലതും നമുക്ക് ഖുർആനിലും ഹദീസിലും ഒക്കെ കാണാം. ആകാശഭൂമി അല്ലാഹ് പടച്ചു. ആകാശം 7ആണ്, ഭൂമി 7ആണ്. എന്റെ അതിന് 8 ആക്കിയാൽ എന്താ കുഴപ്പം? സ്വർഗത്തിന്റെ കവാടം 8ആണ്, എന്റെ അത് 10 ആക്കിയാൽ എന്താ പ്രശ്നം? അതെല്ലാം ഓരോ സംഖ്യകൾക്ക് അതിൻ്റെതായ ഫലമുണ്ടാകും. 33 സുബ്ഹാനല്ലാഹ്, എന്റെ അത് 40 ആക്കി കൂടെ, അല്ലെങ്കിൽ 30 മേൽ നിർത്തിയാൽ പോരായിരുന്നോ? പക്ഷേ ആ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തമല്ല. നമ്മളെ
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംഖ്യ പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരുപാട് രഹസ്യം അടങ്ങിയിട്ടുണ്ട്. ആ രഹസ്യത്തിന്റെ ഫലം നമുക്ക് സിദ്ധിക്കണമെന്ന് നിയ്യത്തോടുകൂടെ ഇരട്ടിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആ 33 രഹസ്യം കിട്ടണമെന്ന് നിയ്യത്തോടുകൂടെ ഒരു 33,000 ഉറുപ്പിക ഞാൻ ഈ മദ്രസ പണിക്ക് വേണ്ടി തരാം. എന്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. ഇത് പരിശുദ്ധമായ റബീഉൽ അവ്വലും കഴിഞ്ഞ് ആഖിറും കഴിഞ്ഞ് ജമാദുൽ അവ്വൽ ശൈഖ് റിഫായി തങ്ങളുടെ മാസമാണ്. ഇൻഷാ അല്ലാഹ് ഇത് ജമാദുൽ ഊലയാണ്, ജമാദുൽ അവ്വലാണ്. ജമാദുൽ അവ്വൽ, ജമാദുൽ ആഖിർ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം, സഫർ, റബീഉൽ അവ്വൽ. അടുത്ത റബീഉൽ അവ്വലിനുള്ളിൽ അഥവാ 11 മാസം ഉണ്ടാകും, ഒരു വർഷം. ഈ വരുന്ന അടുത്ത റബീഉൽ അവ്വൽ 11 മാസത്തെ ദീർഘമായ സമയം. ഇൻഷാ അല്ലാഹ് 11 മാസത്തിനുള്ളിൽ ഒരു 33,000 രൂപ ഈ മദ്രസ പണിക്ക് വേണ്ടി ഞാൻ തരാം. മഹലിന്റെ പ്രസിഡന്റ് ഷാവുൽ നമീദ് ഒരു 33,000 രൂപ ഇൻഷാ അല്ലാഹ് 11 മാസത്തിനുള്ളിൽ തരാം, അടുത്ത റബീഉൽ അവ്വൽക്കുള്ളിൽ. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാഹ്, രക്ഷപ്പെടാനും വിജയിക്കാനും ആ സദക്ക നീ കാരണമാക്കണേ അല്ലാഹ്. അവരെ മക്കളെയും പേരമക്കളെയും മരുമക്കളെയും എല്ലാം അനുഗ്രഹിക്കണേ അല്ലാഹ്. കടം വീടണം, രോഗം മാറണം, മുസീബത്ത് നീങ്ങണം, ഹജ്ജ് ഉംറ സിയാറത്തിന് പോകണം, സിഹ്ർ ബാത്തിലാകണം, ഇജാബത്ത് കൊടുക്കണേ അല്ലാഹ്. പഠിക്കുന്നവർക്ക് പുരോഗതി കൊടുക്കണേ അല്ലാഹ്. മരിച്ചവർക്ക് മഗ്ഫിറത്തും മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യം ആഫിയത്തും നൽകണേ അല്ലാഹ്. കടങ്ങളെല്ലാം വീടാൻ, വരുമാനത്തിൽ ബറക്കത്ത് ലഭിക്കാൻ, 1,000-500 പിൻവലിക്കപ്പെടലോടുകൂടെ സാമ്പത്തികമായി തകർന്നു പോയ എല്ലാ ഇസ്സത്തും തിരിച്ചു കിട്ടാൻ അല്ലാഹ് നീ ഇജാബത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അല്ലാഹു ബറക്കത്തുൽ ഔഷറമാക്കട്ടെ. ഇനി ആർക്ക് പറ്റും 33,000 രൂപ 11 മാസത്തെ അവധി അടുത്ത റബീഉൽ അവ്വൽക്കുള്ളിൽ കൊടുത്തു തീർത്താൽ മതി. 5,000 കിട്ടിയാലും കൊടുക്കാം, 2,000 കൊടുക്കാം, 3,000 കൊടുക്കാം, 10,000 കൊടുക്കാം. നിങ്ങളെ സൗകര്യം പോലെ തവണകളായി വരുന്ന റബീഉൽ അവ്വൽക്കുള്ളിൽ ഇൻഷാ അല്ലാഹ് ഒരു 33,000 രൂപ ഇവിടത്തെ മദ്രസ പുതുക്കിപ്പണിയാൻ, അതിന്റെ വരുമാനങ്ങളും മദ്രസയും എല്ലാം എന്റെ 33,000 കൊണ്ട് എന്റെ ഖബറിലേക്ക് വേണം. എന്റെ ദുന്യാവ് നന്നാവണം, ആഖിറം വിജയിക്കണം. ഈ മുത്തുമോമിനിങ്ങൾ ആമീൻ പറഞ്ഞു തരും. ആർക്ക് പറ്റും കൊടുക്കാൻ? ഒരു 33,000 രൂപ സദഖ ഉണ്ട് കൊടുക്കാൻ പറ്റുന്നാരെങ്കിലും, ആണോ പെണ്ണോ ചെറിയവരോ വലിയവരോ, സാമ്പത്തികമായി തകർന്ന ടൈമാണ് ഇപ്പോഴാ കൊടുക്കേണ്ടത്. സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ടൈമിൽ കൊടുക്കുന്നത് സാമ്പത്തികം ഉള്ളപ്പോൾ കൊടുക്കുന്നതിനേക്കാളും വലിയ ശുക്ര. അങ്ങനെ ശുക്ർ ചെയ്താലേ അസീദന്നക്കും കൂടുതൽ അള്ളാഹു തരും. അല്ലെ, എപ്പോ കൊടുത്താലും ശുക്രാൻ, ഒന്നുകൂടെ ശുക്രിന്റെ പവർ കൂടും. ഇല്ലാത്ത ടൈമിൽ വളരെ ക്ലേശം അനുഭവിക്കുന്ന, ഭക്ഷണം പോലും നേരെ ചൊവ്വയില്ലാത്ത ഈ ബുദ്ധിമുട്ടുന്ന ടൈമിൽ അൽഹംദുലില്ലാഹ് ഉള്ളതനുസരിച്ച് കൊടുക്കുകയാണ്. അള്ളാഹ് വലിയ പ്രതിഫലം എഴുതും, കൊടുക്കാൻ പറ്റും. ഒരു 33,000 രൂപ 11 മാസത്തെ ഡേറ്റ് ഉണ്ട്. ആരാ കൊടുക്കാണോ പെണ്ണോ ചെറിയവരോ വലിയവരോ ആരായാലും പറയാം. ആരാ? അബ്ദുറഹ്മാൻ കിഴക്കത്തൊടി ഒരു 33,000 അല്ലാഹ് സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാഹ്. ബദരീങ്ങളെ കാവൽ കൊടുക്കണേ അല്ലാഹ്. കടം വീടാനാ സദഖ കാരണമാക്കണേ അല്ലാഹ്. ആ കുടുംബത്തെ മരിച്ചവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. ആ കുടുംബത്തെ പഠിക്കുന്നവർക്ക് പുരോഗതി കൊടുക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആ കുടുംബത്ത് സ്വത്തറിയും സമാധാനം കൊടുക്കണേ അല്ലാഹ്. ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് സിഹ്ർ ബാത്തിലാക്കണേ അല്ലാഹ്. വരുമാനത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. കടങ്ങൾ വെട്ടിക്കൊടുക്കണേ അല്ലാഹ്. പഠിക്കുന്നവർക്ക് പുരോഗതി കൊടുക്കണേ അല്ലാഹ്. മംഗല്യം ബാക്കിയുള്ള കല്യാണം നടക്കാൻ, ആ കുടുംബക്കാർക്ക് ഹജ്ജും സിയാറത്തിന് പോകാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. രോഗം മാറണം, മുസീബത്ത് നീങ്ങണം, ഇദ്ദത്ത് വേണം, റിഫഅത്ത് വേണം, ബറക്കത്ത് വേണം, ഖൈർ വേണം. അവരലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം. വരുമാനം ഖൈറുണ്ടാകണം, ആഖിറം വിജയിക്കണം, ഇജാബത്ത് കൊടുക്കണം. അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അല്ലാഹു ബറക്കത്തുൽ ഔഷറമാക്കട്ടെ. ഇനി ആർക്ക് പറ്റും 33,000? പറ്റൂ. 11 മാസത്തെ അവധിയുണ്ട്. 33,000 എന്ന് പറഞ്ഞ 2 മാസം മീൻ വാങ്ങാൻ തികയൂല. ഇത്രേ ഉള്ളൂ. 33,000 രൂപ 2 മാസം മീൻ വാങ്ങാൻ തികയൂല. ഒരു വലിയ വീടൊക്കെ ആണെങ്കിൽ 1 മാസം മീൻ വാങ്ങാനുള്ള കാശയുള്ളൂ. ഒരു 33,000 രൂപ 11 മാസത്തെ അവധിക്കുള്ളിൽ അടുത്ത റബീഉൽ അവ്വൽക്കുള്ളിൽ കൊടുത്തു തീർത്താൽ മതി. ബാപ്പയും അമ്മയും ജീവിച്ചിരിപ്പുണ്ടോ?
ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ബഷീർ അല്ലാഹ് സദഖ നീ കബൂലാക്കണേ അല്ലാ. അവരെ ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാ. മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കണേ അല്ലാ. അവർ സന്തോഷിക്കണം. അവരോട് കൂടെ ആ കുടുംബം നാളെ ആഖിറത്തിൽ സന്തോഷിക്കാൻ ഇജാബത്ത് കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിൽ മരിച്ച എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. ആ കുടുംബത്തിൽ ജീവിച്ചിരിപ്പുള്ളവർക്ക് ആരോഗ്യം ആഫിയത്ത് കൊടുക്കണേ അല്ലാ. സ്വത്തറിയും സമാധാനം കൊടുക്കണേ അല്ലാ. ഹജ്ജിന് പോകാൻ, ഉംറക്ക് പോകാൻ, സിയാറത്തിന് പോകാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിലുള്ള പഠിക്കുന്ന മക്കൾക്ക് പുരോഗതി കൊടുക്കണേ അല്ലാ. കല്യാണം ബാക്കിയുള്ളൊരു മങ്കിൽ നടക്കണം. ജോലിയില്ലാത്തവർക്ക് ജോലി വേണം. രോഗികളെ രോഗം മാറണം. ഇസ്സത്ത് വേണം, റിഫഅത്ത് വേണം, വരുമാനത്തിൽ ബർക്കത്ത് വേണം, കുടുംബത്ത് ഖൈർ വേണം, ഐക്യം വേണം, സമാധാനം വേണം, ഇജാബത്ത് കൊടുക്കണേ അല്ലാ. കടം വീടാനാണ്, മുസീബത്ത് നീങ്ങാനാണ്, ആഖിറം വിജയിക്കാനാണ്, സ്വർഗ്ഗത്തിലേക്ക് എത്താനാണ്, ആഗ്രഹങ്ങൾ സഫലമാകാനാണ്. എല്ലാ മുസീബത്തും കരകയറ്റണേ അല്ലാ. നാണക്കടലോ മാനക്കടലോ പെടുത്തരുതേ അല്ലാ. ബദ്രീങ്ങളെ കാവൽ കൊടുക്കണേ അല്ലാ. അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അല്ലാഹു ബറക്കത്തുൽ ഔഷധമാക്കട്ടെ. ഇനി ആർക്ക് പറ്റും? 33,000. അരെ ജബ്ബാർ, അബ്ദുൽ ജബ്ബാർ വടക്കത്തൊടിയിൽ. അല്ലാഹു വടക്കേ കളം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഖൈറും ബറക്കത്ത് കൊടുക്കണേ അല്ലാ. രക്ഷപ്പെടാനും വിജയിക്കാനും സദഖ നീ കാരണമാക്കണേ അല്ലാ. കടം വീടാനാണ്, രോഗം മാറാനാണ്, മുസീബത്ത് നീങ്ങാനാണ്, ഇസ്സത്തിനാണ്, റിഫഅത്തിനാണ്, ബറക്കത്തിനാണ് ഇജാബത്ത് കൊടുക്കണേ അല്ലാ. മക്കളെയും പേരമക്കളെയും മരുമക്കളെയും എല്ലാം അനുഗ്രഹിക്കണേ അല്ലാ. പഠിക്കുന്നവർക്ക് പുരോഗതി കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാ. മരിച്ചവർക്ക് മഗ്ഫിറത്തും മർഹമത്ത് കൊടുക്കണേ അല്ലാ. കല്യാണം ബാക്കിയുള്ളൊരു മംഗല്യം നടക്കാൻ അല്ലാഹുവേ, കുടുംബത്തുള്ള മുസീബത്തൊക്കെ തീരാൻ, ആ കുടുംബത്തെ ഐക്യവും സമാധാനം ലഭിക്കാൻ, ആഗ്രഹങ്ങൾ സഫലമാകാൻ, വരുമാനത്തിൽ ഖൈർ വേണം, കച്ചവടത്തിൽ പുരോഗതി വേണം, സാമ്പത്തിക മേഖലയിൽ ഭദ്രതയും കട്ടുറപ്പും ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും വേണം. അല്ലാഹ് നീ ഇജാബത്ത് കൊടുക്കണേ അല്ലാ. ബദ്രീങ്ങളെ കാവൽ കൊടുക്കണേ അല്ലാ. അല്ലാഹ് മരിച്ചവർക്ക് മഗ്ഫിറത്തും മർഹമത്ത് കൊടുക്കണേ അല്ലാ. ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും ആ കുടുംബക്കാർക്ക് തൗഫീഖ് നൽകണേ അല്ലാ. നാണക്കടലോ മാനക്കടലോ പെടുത്തരുതേ അല്ലാ. ദുനിയാവും ഖബറും ആഖിറവും വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അല്ലാഹു ബറക്കത്തുൽ ഔഷധമാക്കട്ടെ. ഇനി ആർക്ക് പറ്റും? ഒരു 33,000 രൂപ സദഖ പറ്റുമെങ്കിൽ പറയാം. ഭാരമാണെങ്കിൽ ഏറ്റെടുക്കണ്ട. ഒരു 33,000 രൂപ 11 മാസത്തെ അവധിക്കുള്ളിൽ അടുത്ത റബീഉൽ അവ്വലിനുള്ളിൽ കൊടുത്താൽ മതി. ഒരു 33,000 ഉണ്ട് കൊടുക്കാൻ പറ്റും. ഇവരൊക്കെ ആമീൻ പറഞ്ഞത് സാധിക്കുമെങ്കിൽ മാത്രം മതി. ആരെയും നിർബന്ധിക്കുന്നില്ല. 33,000 രൂപ സദഖയാണ്. സദഖയായിട്ട് കൊടുക്കാൻ പറ്റും. സമ്പത്ത് കുറയില്ല. സദഖ ചെയ്താൽ സമ്പത്ത് കുറയില്ല. ഇമാം മുസ്ലിം തങ്ങളുടെ റിപ്പോർട്ടാണ്, സഹീഹായ ഹദീസ്. അബ്ദുറഹ്മാൻ പടിഞ്ഞാറക്കര പ്രവാസിയാണ്. അല്ലാഹുവേ 33,000 സദഖ സ്വീകരിക്കണേ അല്ലാ. പ്രവാസ ലോകത്ത് അവരുടെയും അവരുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ പ്രശ്ന പരിഹാരത്തിനും ആ സദഖ കാരണമാക്കണേ അല്ലാ. ഇസ്സത്തും റിഫഅത്തും ബറക്കത്തും കൊടുക്കണേ അല്ലാ. കച്ചവടത്തിലും വരുമാനത്തിലും ഖൈർ കൊടുക്കണേ അല്ലാ. അവർ ഉദ്ദേശിക്കുന്ന എല്ലാ കച്ചവടങ്ങളും റാഹത്താകണം. എല്ലാ കടങ്ങളും വിടാൻ, കുടുംബത്തെ ഐക്യം വേണം, സമാധാനം വേണം, മക്കളൊക്കെ നല്ല മക്കളായി വളരാൻ, മക്കൾ ആലിമാകണം, ആഫിലാകണം, ഇജാബത്ത് കൊടുക്കണേ അല്ലാ. പഠിക്കുന്ന മക്കൾക്ക് പുരോഗതി കൊടുക്കണേ അല്ലാ. മരിച്ചവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. പെങ്ങന്മാരാരെങ്കിലും ആ കുടുംബത്തെ കല്യാണം ബാക്കിയുണ്ട് മംഗല്യം നടക്കാൻ, വീടില്ലെങ്കിൽ വീട് വേണം, ഉള്ള വീട്ടിൽ ബറക്കത്ത് വേണം. അല്ലാഹുവേ ആ കുടുംബത്തെ മരിച്ചവർക്ക് മഗ്ഫിറത്തും മർഹമത്തും വേണം. ആ കുടുംബക്കാർക്ക് ഹജ്ജും യാത്ര പോകണം, തൗഫീഖ് നൽകണേ അല്ലാ. നാണക്കടലോ മാനക്കടലോ പെടുത്തല്ലേ അല്ലാ. അവരാഗ്രഹങ്ങൾ സഫലമാകാൻ, ആഖിറം വിജയിക്കാൻ, സ്വത്തറിയും സമാധാനം ഇസ്സത്തും റിഫഅത്തും ഉണ്ടാകാൻ, കടങ്ങൾ വീടാൻ, വരുമാനത്തിൽ ബറക്കത്തുണ്ടാകാൻ, അല്ലാ ഐക്യവും സമാധാനം സിദ്ധിക്കാൻ ആ കുടുംബത്തിന് ഇജാബത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അല്ലാഹു ബറക്കത്തുൽ ഔഷധമാക്കട്ടെ. ആമീൻ. ഇനി ആരാ? 33,000 തോട്ടും പള്ള അബ്ബാസ്. അല്ലാഹുവേ 33,000 സദഖ നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ കൂടിയവർക്ക് ആമീൻ പറയാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. വെറുതെ അല്ലാഹുവേ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. രക്ഷപ്പെടാനും വിജയിക്കാനും സദഖ നീ കാരണമാക്കണേ അല്ലാ. ആ കുടുംബത്തിന് ഇസ്സത്ത് വേണം, റിഫഅത്ത് വേണം, ബറക്കത്ത് വേണം, ഖൈർ വേണം. മക്കളും പേരമക്കളും മരുമക്കളും ഒക്കെ അനുഗ്രഹീതമാകാൻ, കടങ്ങളൊക്കെ വീടാൻ, മുസീബത്തൊക്കെ തീരാൻ, മരിച്ചവർക്ക് മഗ്ഫിറത്തും മർഹമത്തും ലഭിക്കാൻ ഇജാബത്ത് കൊടുക്കണേ അല്ലാ. കല്യാണം ബാക്കിയുള്ളൊരു മംഗല്യം നടത്തി കൊടുക്കണേ അല്ലാ. രോഗികളെ രോഗം മാറ്റി കൊടുക്കണേ അല്ലാ. ആ കുടുംബക്കാർക്ക് ഹജ്ജും സിയാറത്തിന് ഭാഗ്യം കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തുള്ള വരുമാനത്തിന് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവർ ആഗ്രഹങ്ങൾ സഫലമാക്കണേ അല്ലാ. ആഖിറം വിജയിപ്പിക്കണേ അല്ലാ. എല്ലാ സിഹ്റും ബാത്തിലാക്കണേ അല്ലാ. എല്ലാ മുസീബത്തും കരകയറ്റണേ അല്ലാ. അവരുടെ ഉദ്ദേശം പോലെ അവരുടെ എല്ലാ വരുമാന മാർഗങ്ങളും ഖൈറായ രൂപത്തിൽ വളർന്നു കിട്ടാൻ, ആ കുടുംബത്തിന് ദുനിയാവും ഖബറും ആഖിറവും വിജയിക്കാൻ അല്ലാഹുവിന് ഇജാബത്ത് കൊടുക്കണേ അല്ലാ. പഠിക്കുന്ന എല്ലാ മക്കൾക്കും പുരോഗതി കൊടുക്കണേ അല്ലാ. അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അല്ലാഹു ബറക്കത്തുൽ ഔഷധമാക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ബീവി ഉമ്മ പടിഞ്ഞാറക്കര
33,000. അല്ലാഹ് സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരെ ഭർത്താവ് അവരെ ഖബർ സ്വർഗ്ഗമാകണം, മഗ്ഫിറത്ത് മർഹമത്ത് വേണം, ഭർത്താവ് സന്തോഷിക്കണം, ഇജാബത്ത് കൊടുക്കണേ അല്ലാഹ്. ആ ഭർത്താവിന്റെ കൂടെ അവരും അവരെ മക്കളും നാളെ ആഖിറത്തിൽ സന്തോഷിക്കാൻ ഇജാബത്ത് കൊടുക്കണേ അല്ലാഹ്. അവരെ മക്കളൊക്കെ നല്ല മക്കളായി വളരാൻ അല്ലാഹ്. ജോലിയില്ലാത്ത മക്കളുണ്ടോ ജോലി കൊടുക്കണേ അല്ലാഹ്. വീടില്ലെങ്കിൽ വീട് കൊടുക്കണേ അല്ലാഹ്. കല്യാണം ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടോ മംഗല്യം നടത്തി കൊടുക്കണേ അല്ലാഹ്. പഠിക്കുന്നവർക്ക് പുരോഗതി കൊടുക്കണേ അല്ലാഹ്. രോഗം മാറാനാണ്, സിഹ്ർ ബാത്തിലാകാനാണ്. ഇസ്സത്ത് വേണം, റിഫഅത്ത് വേണം, ബറക്കത്ത് വേണം, ഖൈർ വേണം, ബദരീങ്ങളെ കാവൽ വേണം കൊടുക്കണേ അല്ലാഹ്. സ്വത്തറിയും സമാധാനം കൊടുക്കണേ അല്ലാഹ്. നാണക്കേടിലോ മാനക്കേടിലോ പെടുത്തല്ലേ അല്ലാഹ്. വരുമാനത്തിലൊക്കെ ബറക്കത്ത് കിട്ടാൻ, കുടുംബത്തെ ഐക്യവും സമാധാനം ഉണ്ടാകാൻ, ഹജ്ജും ഉംറക്കും സിയാറത്തിനും പോകാൻ, മറ്റുള്ള ആഗ്രഹങ്ങൾ സഫലമാകാൻ അല്ലാഹ് നീ ഇജാബത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹു ബറക്കത്തുൽ ഔഷധമാക്കട്ടെയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ? 33. ഖാസിം ഹാജി 33,000. അല്ലാഹു സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇസ്സത്തും ബറക്കത്തും റിഫഅത്തും നൽകണേ അല്ലാഹ്. കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാഹ്. മക്കളെ പേരമക്കളെ മരുമക്കളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹ് കുടുംബത്തെ ഐക്യവും സമാധാനവും ബദരീങ്ങളെ കാവലും കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് കുടുംബത്ത് മരിച്ചവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. പഠിക്കുന്നവർക്ക് പുരോഗതി വേണമല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി വേണമല്ലാഹ്. കല്യാണം ബാക്കിയുള്ളവർ മംഗല്യം നടക്കാൻ, വരുമാനത്തിൽ ഖൈർ ലഭിക്കാൻ അല്ലാഹുവേ. സ്വദേശത്ത് വിദേശത്ത് എവിടെയാണ് വരുമാനം മുഴുവനും കട്ടുറപ്പും ഭദ്രതയും ഖൈറും ബറക്കത്തും ഉള്ളതാക്കണേ അല്ലാഹ്. കൊടുക്കാനുള്ളത് കൊടുക്കണം, കിട്ടാനുള്ളത് കിട്ടണം അല്ലാഹുവേ. കുടുംബത്തിലുള്ള വരുമാനത്തിൽ ബർക്കത്ത് വേണം, ആഖിറം വിജയിക്കണം, എല്ലാ മുസീബത്തും തീരണം അല്ലാഹ്. നീ ഇജാബത്ത് കൊടുക്കണേ അല്ലാഹ്. മരിക്കുന്നത് വരെ നിന്ന് നിസ്കരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹു ബറക്കത്തുൽ ഔഷധമാക്കട്ടെയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ? 33,000. മുത്തലിബ് വടക്കേക്കളം. അല്ലാഹുവേ 33,000 സദഖ സ്വീകരിക്കണേ അല്ലാഹ്. ഖൈറും ബറക്കത്തും കൊടുത്തു അനുഗ്രഹിക്കണേ അല്ലാഹ്. രക്ഷപ്പെടാൻ സദഖ നീ കാരണമാക്കണേ അല്ലാഹ്. ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും ആ കുടുംബക്കാർക്ക് എല്ലാം തൗഫീഖ് നൽകണേ അല്ലാഹ്. അവരുടെ വരുമാനങ്ങളൊക്കെ ബറക്കത്തുള്ളതാക്കണേ അല്ലാഹ്. കടം വീടാൻ, രോഗം മാറാൻ, മുസീബത്ത് നീങ്ങാൻ, സിഹ്ർ ബാത്തിലാകാൻ ഇജാബത്ത് കൊടുക്കണേ അല്ലാഹ്. മക്കളൊക്കെ നല്ല മക്കളാകണം, കല്യാണം നടക്കണം, പഠിക്കുന്നവർക്ക് പുരോഗതി വേണം, ജോലിയില്ലാത്തവർക്ക് ജോലി വേണം, മരിച്ചവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് വേണം അല്ലാഹ്. വരുമാനങ്ങളൊക്കെ ഖൈർ ഉണ്ടാകാൻ, കച്ചവടങ്ങൾക്ക് പുരോഗതി ഉണ്ടാകാൻ, അവരുടെ വരുമാനം സ്വദേശത്താണ് വിദേശത്താണ് എല്ലാം വലിയ കെട്ടുറപ്പും ബറക്കത്തും ഖൈറും ഭദ്രതയും അഭിവൃദ്ധിയും ഉണ്ടാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് സ്വത്തറിയും സമാധാനം കുടുംബത്തിൽ നൽകണേ അല്ലാഹ്. ദുനിയാവും ഖബറും ആഖിറവും വിജയിപ്പിക്കണേ അല്ലാഹ്. നാണക്കേടിലോ മാനക്കേടിലോ പെടുത്തരുതേ അല്ലാഹ്. അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹു ബറക്കത്തുൽ ഔഷധമാക്കട്ടെയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ? 33,000 കഴിഞ്ഞു. ഞാൻ മുമ്പിൽ ഇരിക്കുന്ന ആള്, ഈ ഇരിക്കുന്ന ആള് മമ്മദ് 33,000. മമ്മദ് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഉദ്ദേശിച്ച് പറഞ്ഞത്. പക്ഷെ ആളുടെ കുഴപ്പമൊന്നുമില്ല, പേര് പറഞ്ഞു. ആ മകളുടെ കല്യാണം നടക്കണം അല്ലാഹുവേ. സദഖ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാഹ്. പേര് പറയാൻ ആഗ്രഹിച്ചിട്ടൊന്നുമല്ല, എന്നാലും ഞങ്ങളെ വായിൽ നിന്ന് പേര് വീണുപോയതാണ്. അതൊക്കെ രഹസ്യ സദഖയിൽ നീ പെടുത്തണേ അല്ലാഹ്. അല്ലാഹു മകളെ മംഗല്യം നടക്കാൻ, ആ കുടുംബത്തിന് ഇസ്സത്ത് വേണം, ബറക്കത്ത് വേണം, സമാധാനം വേണം, ഖൈർ വേണം അല്ലാഹ്. ഇജാബത്ത് കൊടുക്കണേ അല്ലാഹ്. വരുമാനങ്ങളൊക്കെ ബറക്കത്തുള്ളതാക്കണേ അല്ലാഹ്. ആ കുടുംബത്തിലെ എല്ലാ മുസീബത്തും തട്ടി ദൂരത്താക്കണേ അല്ലാഹ്. സിഹ്ർ ബാത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹ് കടങ്ങളൊക്കെ വിടാൻ, രോഗങ്ങളൊക്കെ മാറാൻ, കച്ചവടത്തിലും വരുമാനത്തിലും ബറക്കത്ത് ലഭിക്കാൻ, മക്കളും പേരമക്കളും മരുമക്കളും അനുഗ്രഹീതമാകാൻ, കല്യാണം ഉദ്ദേശിക്കുന്ന എല്ലാ മക്കളെ മംഗളമായി നടക്കണം അല്ലാഹ്. നീ ഇജാബത്ത് കൊടുക്കണേ അല്ലാഹ്. പഠിക്കുന്ന മക്കൾ പുരോഗതിയിലെത്തണം, ജോലിയില്ലാത്തവർക്ക് ജോലി വേണം, വരുമാനത്തിൽ ഖൈർ വേണം, വീടില്ലെങ്കിൽ വീട് വേണം, ഉള്ള വീട്ടിൽ ബറക്കത്തും പുരോഗതി വേണം അല്ലാഹ്. നീ ഇജാബത്ത് കൊടുക്കണേ അല്ലാഹ്. ഹജ്ജിന് പോകാൻ, ഉംറക്ക് പോകാൻ, സിയാറത്തിന് പോകാൻ, സ്വത്തറിയും സമാധാനം ലഭിക്കാൻ, മരിച്ചവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് കിട്ടാൻ, എല്ലാ സിഹ്റും ബാത്തിലാകാൻ, മുസീബത്തൊക്കെ തീരാൻ, രോഗം മാറാൻ, ആഖിറം വിജയിക്കാൻ ഇജാബത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹു ബറക്കത്തുൽ ഔഷധമാക്കട്ടെയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ? മോനെ കഴിഞ്ഞോ? ഒരാളും കൂടെ കൈപൊക്കുന്നു. മുഹമ്മദ് അലി. അല്ലാഹു സദഖ നീ കബൂലാക്കണേ അല്ലാഹ്. ഇവരെ കൊണ്ടൊന്ന് ആമീൻ പറയിപ്പിച്ചേരണേ അല്ലാഹ്. ഇവർക്കൊക്കെ ആമീൻ പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുള്ള ആരോഗ്യം ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഇടക്കിടക്ക് മറന്നു പോകുന്ന മറവി മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് മുഹമ്മദ് അലിയുടെ 33,000 സദഖ സ്വീകരിക്കണേ അല്ലാഹ്. ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാഹ്. രക്ഷപ്പെടാൻ സദഖ നീ കാരണമാക്കണേ അല്ലാഹ്. അവരെ മക്കളെയും പേരമക്കളെയും മരുമക്കളെയും എല്ലാം അനുഗ്രഹിക്കണേ അല്ലാഹ്. സമയമാകുമ്പോൾ മക്കളെ മംഗല്യം നടത്തി കൊടുക്കണേ അല്ലാഹ്. ജോലിയില്ലാത്ത മക്കൾക്ക് ജോലി കൊടുക്കണേ അല്ലാഹ്. പഠിക്കുന്ന മക്കൾക്ക് പുരോഗതി കൊടുക്കണേ അല്ലാഹ്. മരിച്ചവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. രോഗികളുടെ രോഗം മാറാൻ, ഇസ്സത്തുണ്ടാകാൻ, സിഹ്ർ ബാത്തിലാകാൻ, മുസീബത്ത് നീങ്ങാൻ, ഖൈറുണ്ടാകാൻ, ബറക്കത്തുണ്ടാകാൻ ഇജാബത്ത് കൊടുക്കണേ അല്ലാഹ്. ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും ഭാഗ്യം നൽകണേ അല്ലാഹ്. വരുമാനങ്ങൾ
ബർക്കത്തുള്ളതാക്കണയല്ല, ഐക്യവും സമാധാനം നൽകണയല്ല, എല്ലാ സിഹറും ബാത്തിലാകാൻ, ബദരീങ്ങളെ കാവൽ കിട്ടാൻ, സ്വത്തറിയും സമാധാനമുണ്ടാകാൻ, അള്ളാഹു മരിച്ചവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് ലഭിക്കാൻ ആഗ്രഹങ്ങൾ വലുതുണ്ട്, സഫലമാകണം, ആഖിറം വിജയിക്കണം, ഇജാബത്ത് കൊടുക്കണയല്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹു ബറക്കത്തുൽ ഔഷധമാക്കട്ടെ. ഇനി ആരാവുള്ളൂ? ഷംസു ചബടിക്കും 33,000 അല്ലാഹു സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖൈറും ബറക്കത്ത് കൊടുത്തു അനുഗ്രഹിക്കണേ അല്ലാഹ്. രക്ഷപ്പെടാൻ ആ സദഖ നീ കാരണമാക്കണേ അല്ലാഹ്. അവരെ മക്കളെയും പേരമക്കളെയും എല്ലാം നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മരുമക്കളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവരുണ്ടോ ജോലി കൊടുക്കണേ അല്ലാഹ്. ഉള്ള ജോലിയിൽ ബറക്കത്തും അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. വരുമാനത്തിൽ ബറക്കത്ത് വേണം, വീട് വേണം, മക്കളെ മംഗല്യം നടക്കണം, മക്കളെ പഠനത്തിൽ പുരോഗതി വേണം അല്ലാഹ്. കുടുംബത്തെ മരിച്ചവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് വേണം കൊടുക്കണേ അല്ലാഹ്. അവരെ വരുമാനം ഖൈറുണ്ടാകാൻ ആ കുടുംബത്തുള്ള എല്ലാ വരുമാനത്തിലും എല്ലാം കിട്ടാനുള്ളത് കിട്ടണം, കൊടുക്കാനുള്ളത് കൊടുക്കണം, ഇജാബത്ത് കൊടുക്കണേ അല്ലാഹ്. ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും പോകാൻ, അല്ലാഹുവേ സ്വത്തറി സമാധാനം ലഭിക്കാൻ, എല്ലാ മുസീബത്തും നിന്ന് കരകയറാൻ, ആഗ്രഹങ്ങൾ സഫലമാകാൻ, ആഖിറം വിജയിക്കാൻ, ബദരികളെ കാവൽ കിട്ടാൻ ഇജാബത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹു ബറക്കത്തുൽ ഔഷധമാക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? 33,000 കഴിഞ്ഞോ? കബീർ 33,000 അല്ലാഹു സദഖ നീ കബൂലാക്കണേ അല്ലാഹ്. ഖൈറൻ അല്ലാഹുവേ 33,000 സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖൈറും ബറക്കത്തും കൊടുത്തു അനുഗ്രഹിക്കണേ അല്ലാഹ്. രക്ഷപ്പെടാൻ സദഖ നീ കാരണമാക്കണേ അല്ലാഹ്. ഇസ്സത്ത് വേണം, റിഫത്ത് വേണം, ബറക്കത്ത് വേണം, ഖൈറ് വേണം, ബദരീങ്ങളെ കാവൽ വേണം കൊടുക്കണേ അല്ലാഹ്. മുസീബത്തൊക്കെ തീരാൻ, ആഗ്രഹങ്ങൾ സഫലമാകാൻ, എല്ലാ സിഹറും ബാത്തിലാകാൻ, രോഗം മാറാൻ, മക്കളൊക്കെ നല്ല മക്കളാകാൻ ഇജാബത്ത് കൊടുക്കണേ അല്ലാഹ്. കുടുംബത്തെ ഐക്യവും സമാധാനം കൊടുക്കണേ അല്ലാഹ്. സാമ്പത്തിക മേഖലയിൽ കെട്ടുറപ്പും ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. എല്ലാ സിഹറും ബാത്തിലാകണം, എല്ലാ രോഗവും സുഖപ്പെടണം, മരിച്ചവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് വേണം, മക്കളെ മംഗല്യം നടക്കണം, പഠിക്കുന്നവരെ പുരോഗതിയിലെത്തണം, ആ കുടുംബത്തെ ഐക്യവും സമാധാനം വേണം, ബദരീങ്ങളെ കാവൽ വേണം അല്ലാഹ്. നാണക്കേടിലോ മാനക്കേടിലോ പെടുത്തരുതേ അല്ലാഹ്. കൊടുത്തതെല്ലാം ബറക്കത്തുള്ളതാക്കണേ അല്ലാഹ്. കൊടുക്കുന്നത് ബറക്കത്തോടുകൂടെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹു ബറക്കത്തുൽ ഔഷധമാക്കട്ടെ. ഇനി ആരാ? ജമാലു പടിഞ്ഞാറക്കര 33,000 അല്ലാഹു സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഭാര്യ രോഗിയാണ്, അത് വല്ല സിഹറാണെങ്കിൽ ബാത്തിലാക്കണേ അല്ലാഹ്. രോഗമാണെങ്കിൽ സുഖപ്പെടുത്തണേ അല്ലാഹ്. ശൈത്വാന്റെ ഉപദ്രവമാണെങ്കിൽ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആരോഗ്യം ആഫിയത്തും സ്വസ്ഥതയും സമാധാനം കൊടുക്കണേ അല്ലാഹ്. മക്കളൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പഠിക്കുന്ന മക്കൾക്ക് പുരോഗതി കൊടുക്കണേ അല്ലാഹ്. അവർ വരുമാനത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. കുടുംബത്ത് ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. സമയമാവുമ്പോൾ മക്കളെ മംഗല്യം നടക്കാൻ, ആ കുടുംബത്തിലെ മുസീബത്ത് തീരാൻ, സിഹർ ബാത്തിലാകാൻ, ഹജ്ജും സിയാറത്തിനും പോകാൻ, മരിച്ചവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് കിട്ടാൻ, ഐക്യം വേണം, സമാധാനം വേണം, ഖൈറ് വേണം, ബറക്കത്ത് വേണം, കച്ചവടത്തിൽ പുരോഗതി വേണം, വരുമാനത്തിൽ ഖൈറ് വേണം, ആഖിറത്തിൽ വിജയിക്കണം അല്ലാഹ്. നീ ഇജാബത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹു ബറക്കത്തുൽ ഔഷധമാക്കട്ടെ. ഷാഹുൽ അമീദ് കിഴക്കേത്തൊടി 33,000 അല്ലാഹു സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖൈറും ബറക്കത്തും കൊടുത്തു അനുഗ്രഹിക്കണേ അല്ലാഹ്. എന്തെല്ലാം കടങ്ങളാണോ മുസീബത്താണോ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കണേ അല്ലാഹ്. ഐക്യവും സമാധാനം ബറക്കത്തും കൊടുക്കണേ അല്ലാഹ്. വരുമാനത്തിൽ ഖൈർ ലഭിക്കാൻ, കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാകാൻ, മക്കളൊക്കെ നല്ല മക്കളായി വളരാൻ നീ ഇജാബത്ത് കൊടുക്കണേ അല്ലാഹ്. ഹജ്ജും സിയാറത്തിന് ഭാഗ്യം നൽകണേ അല്ലാഹ്. സ്വത്തനെയും സമാധാനം കൊടുക്കണേ അല്ലാഹ്. വരുമാനം ഖൈറുണ്ടാക്കണേ അല്ലാഹ്. അല്ലാഹ് കൊടുത്തതിൽ ബറക്കത്ത് വേണമല്ല, കൊടുക്കുന്നത് ബറക്കത്തോടുകൂടെ കൊടുക്കണേ അല്ലാഹ്. നാണക്കേടിലോ മാനക്കേടിലോ പെടുത്തല്ലേ അല്ലാഹ്. എന്തെല്ലാ വിഷമങ്ങളും ദുരിതങ്ങളും കൊണ്ട് തീർന്നു കിട്ടാനാണ്, അവൻ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാനാണ്, സ്വത്തനെയും സമാധാനം ലഭിക്കാനാണ്, ഖൈറും ബറക്കത്തിനും ആഖിറ വിജയത്തിനും അല്ലാഹ് നീ ഇജാബത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹു ബറക്കത്തുൽ ഔഷധമാക്കട്ടെ. കഴിഞ്ഞ മനെ ആരെങ്കിലും ഉണ്ടോ പറയാൻ? 33,000 രൂപ സദഖ 11 മാസം നീണ്ടു നിൽക്കുന്ന അവധിക്കുള്ള അടുത്ത റബീഉൽ അവ്വൽക്കുള്ളിൽ കൊടുത്താൽ മതി. തവണകളായി കുറേശ്ശെ കൊടുത്തു തീർത്താൽ മതി. പറ്റുമെങ്കിൽ പറയാം. ഉണ്ടോ? ആരുമില്ലല്ലോ പറയാൻ? 33 കഴിഞ്ഞ ഉണ്ടോ? പറഞ്ഞാരെങ്കിലും കഴിഞ്ഞില്ലേ? അബ്ദുറഹ്മാൻ നെല്ലിക്കാട് 33,000 40,000. മാഷാ അല്ലാഹ്. അല്ലാഹ് സദഖ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. രക്ഷപ്പെടണം, ആ സദഖ നീ കാരണമാക്കണേ അല്ലാഹ്. ആരോഗ്യം ആഫിയത്തും സ്വത്തറിയും സമാധാനവും ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാഹ്. മരിക്കുന്നത് വരെ നിന്ന് നിസ്കരിക്കാൻ, മക്കളും പേരമക്കളും മരുമക്കളും അനുഗ്രഹീതമാകാൻ, കടങ്ങൾ വിടാൻ, മുസീബത്ത് തീരാൻ, വീട് വേണം, മക്കൾക്ക് വീട് വേണം അല്ലാഹുവേ. കുടുംബത്തുള്ള എല്ലാവർക്കും ഖൈറും ബറക്കത്തും വേണം കൊടുക്കണേ അല്ലാഹ്. ഹജ്ജും സിയാറത്തിനും പോകണം തൗഫീഖ് നൽകണേ അല്ലാഹ്. രോഗങ്ങൾ മുഴുവനും സുഖപ്പെടാനാണ്, ആ കുടുംബത്തിൽ ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാനാണ്,
അടിക്കുന്നവർക്ക് പുരോഗതി കിട്ടാനാണ്, മരിച്ചവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് ലഭിക്കാനാണ്, ആ കുടുംബത്തെ ഐക്യവും സമാധാനം ഉണ്ടാകാനാണ്, ആ കുടുംബത്ത് ബദരീങ്ങളെ കാവലുണ്ടാകാനാണ്. അള്ളാഹു അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കണേ അല്ലാ. കൊടുത്തതെല്ലാം ബർക്കത്തുള്ളതാക്കണേ അല്ലാ. ബർക്കത്തോടുകൂടെ എല്ലാം കൊടുത്തു നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാ മുസീബത്തും നീ കരകയറണം. സാമ്പത്തിക മേഖലയിൽ വന്ന അവരുടെ എല്ലാ വിഷമങ്ങളും തീരാൻ ആ സദഖ നീ കാരണമാക്കണേ അല്ലാ. അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അല്ലാഹു ബറക്കത്തുൽ ഔഷധമാക്കട്ടെയാണ്. ഞാനില്ലല്ലോ പറയാൻ ഉണ്ടോ? 33,000 കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഇനി പറയാൻ ഉണ്ടോ? ഉണ്ടോ? കഴിഞ്ഞില്ലേ? 33,000 കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. കഴിഞ്ഞോ? ആരുമില്ലല്ലോ. ആണോ പെണ്ണോ ചെറിയവരോ വലിയവരുണ്ടോ? ഉണ്ടെങ്കിൽ വേഗം പറയും. നബീസ കേക്കത്തോടി അൽഹംദുലില്ലാഹ് സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഒരു മക്കളെയും പേരമക്കളും മരുമക്കളും ഒക്കെ അനുഗ്രഹീതമാകണം. കല്യാണം ബാക്കിയുള്ള മംഗല്യം നടക്കണം. വീടില്ലെങ്കിൽ വീട് വേണം. വരുമാനത്തിൽ ബർക്കത്ത് വേണം. മരിച്ചവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് വേണം കൊടുക്കണേ അല്ലാ. ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും ഭാഗ്യം നൽകണേ അല്ലാ. എല്ലാ മുസീബത്തും തീരാൻ, എല്ലാ സിഹ്റും ബാത്തിലാകാൻ, എല്ലാ രോഗങ്ങളും